ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ക്രിട്ടിക്കൽ റീസണിങ്ങിൽ തന്നെ മൂന്നാമത്തെ ടോപ്പിക്ക്, ഈ സീരീസിൽ പെട്ട മൂന്നാമത്തെ ടോപ്പിക്കാണ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെൻറ്റ് അസംഷൻ, ഈ രണ്ട് ടോപ്പിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത വീഡിയോ ആണ് കോഴ്സ് ഓഫ് ആക്ഷൻ. കാരണം നമ്മൾ മോക്ക് ചെയ്യുന്ന സമയത്ത് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ കോഴ്സ് ഓഫ് ആക്ഷൻ, അതേപോലെ കോഴ്സ് ആൻഡ് എഫക്റ്റ്. അപ്പോൾ നമ്മൾ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് കോഴ്സ് ഓഫ് ആക്ഷനിലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചിന്തിക്കാം, അല്ലെങ്കിൽ നമ്മളെ വ്യൂ പോയിന്റ് എന്തൊക്കെ ആയിരിക്കണം, അതേപോലെ തന്നെ അതിന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എന്തൊക്കെ ട്രിക്ക് നമുക്ക് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പറയാനാണെങ്കിൽ നമ്മൾ ചെയ്തു വരുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ചാപ്റ്റേഴ്സിൽ കുറച്ചും കൂടെ ഈസി ആയിട്ടും നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫായിട്ട് കുറച്ചും കൂടെ ലിങ്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ടോപ്പിക്ക് ഏതാണ്? കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്. ഇതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ആലോചിക്കാം, നമ്മൾ പ്രാക്ടിക്കൽ ലൈഫുമായിട്ട്, നമ്മുടെ പ്രാക്ടിക്കൽ ഡേ ടു ഡേ ലൈഫുമായിട്ട് കണക്റ്റ് ആക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്. അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ മുന്നേ എന്താണ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്നുള്ളത് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ചാപ്റ്ററിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് കടക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? എ സ്റ്റേറ്റ്മെൻറ്റ് is a group of words arranged to form a meaningful sentence. ഓക്കെ, നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. ഇതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. കോഴ്സ് ഓഫ് ആക്ഷൻ വന്നിട്ട് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ ഫീസിബിൾ സ്റ്റെപ്പ് ടേക്കൺ ആഫ്റ്റർ ആൻ ഇവൻറ്റ് ഹാസ് ഹാപ്പൻഡ് ഈസ് അബൌട്ട് ടു ഹാപ്പൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മുടെ മുന്നിൽ ഒരു പ്രോബ്ലം തരും, നമുക്ക് നമ്മളെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു പ്രോബ്ലം തരും, അല്ലെങ്കിൽ ഒരു പ്രശ്നം തരും. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ, നമ്മളൊരു ആക്ഷൻ എടുക്കണം. മനസ്സിലായോ? നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നം തരുന്നു, ആ പ്രശ്നത്തെ സാധൂകരിക്കുക, അല്ലെങ്കിൽ ആ പ്രശ്നത്തിനെ ഫീസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആക്ഷൻ എടുക്കണം. ആ ആക്ഷൻ എന്താവണം? നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? അത് പ്രാക്ടിക്കലി നമുക്കത് ഫോളോ ചെയ്യാൻ വേണം. മനസ്സിലായാലും നമുക്ക് ഇല്ലോജിക്കലായിട്ടോ അല്ലെങ്കിൽ അത് നടക്കാത്ത രീതിയിൽ നമ്മൾ ആ സൊല്യൂഷൻ കണ്ടെത്തരുത്. ആ എടുക്കുന്ന സൊല്യൂഷൻ എന്തായിരിക്കണം? പ്രാക്ടിക്കലി ആയിരിക്കണം. നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയാം, നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി. സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കണക്ട് ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം വെച്ചിട്ടാണ് നമ്മളിവിടെ ആ ചാപ്റ്ററിൽ നമ്മൾ ആൻസേഴ്സിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് എന്താ പറയുന്നത്? നമ്മളൊരു ഓൾറെഡി ഒരു പ്രശ്നം കാണുന്നു, ആ പ്രശ്നത്തിനെ അതിന് സാധൂകരിക്കുന്ന രീതിയിൽ നമ്മൾ കോമൺ സെൻസ് വെച്ചിട്ട് ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ കണ്ടെത്തുക. അത്രയേ ഉള്ളൂ. സോ അതാണ് ഇവിടെ എഴുതിയത്. കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫീസിബിൾ സ്റ്റെപ്പ്. നമ്മൾ ആ സൊല്യൂഷൻ എന്തായിരിക്കണം? അതൊരു ഫീസിബിൾ സ്റ്റെപ്പാണ് ആ പ്രശ്നത്തിനെ, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനെ എന്ത് ചെയ്യേണ്ടത്? എഫക്റ്റീവ്ലി നമ്മളത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത്, നിങ്ങളെ മൈൻഡിൽ വെക്കാൻ പറ്റുന്നതല്ല കുറച്ച് പോയിന്റ്സ് ആദ്യം നമുക്ക് നോക്കിപ്പോവാം. ഇറ്റ് ഷുഡ് ഐദർ ലെസ്സൻ ദ പ്രോബ്ലം ഓർ ഇംപ്രൂവ് ദ സിറ്റുവേഷൻ. നമ്മൾ പറഞ്ഞല്ലോ, ഇറ്റ് ലെസ്സൻ ദ പ്രോബ്ലം ഓർ ഇംപ്രൂവ് ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ അല്ലേ? ഇംപ്രൂവ് ചെയ്യണം. കാരണം നമ്മൾ പറയുന്നത് വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പാടില്ല. നമ്മൾ പറയുന്ന സൊല്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കോഴ്സ് ഓഫ് ആക്ഷൻ എന്ത് ചെയ്യരുത്? അതിനെ ഇംപ്രൂവ് ആക്കണം, അല്ലാണ്ട് അതിനെ എതിരായിട്ട് നമ്മളൊന്നും ചിന്തിക്കാൻ പാടില്ല. ഓക്കെ. രണ്ടാമത്തത്, സിമ്പിൾ പ്രോബ്ലം മസ്റ്റ് ഹാവ് സിമ്പിൾ ആക്ഷൻ. നമ്മൾ എടുക്കുന്നത് സിമ്പിൾ ആക്ഷൻ ആയിരിക്കണം. മൂന്നാമത്തത്, ഇറ്റ് ഷുഡ് ബി ഫീസിബിൾ. ഇതാണ് നമ്മൾ നേരത്തെ തൊട്ടേ പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഫീസിബിൾ ആൻഡ് ഷുഡ് റിലേറ്റ് വിത്ത് ദ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫായിട്ട് അത് എന്തായിരിക്കണം? കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ. ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് ദ വേർഡ് ഓൺലി. നമ്മളെല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ കേസിലും ഓൺലി എന്ന് പറയുന്ന വേർഡ് ഉണ്ടെങ്കിൽ ക്യാൻ മേക്ക് ദ കോഴ്സ് ഓഫ് ആക്ഷൻ വീക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ഓൺലി ഉള്ള എല്ലാ കോഴ്സ് ഓഫ് ആക്ഷൻ തെറ്റാണെന്ന് നിങ്ങൾ മീൻ ചെയ്യരുത്. നിങ്ങൾ വായിച്ച് നോക്കുക, അവിടെ എവിടെയെങ്കിലും ഈ ഓൺലി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിന് എതിരായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റെന്നാണ് മീൻ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു ഓൺലി വേർഡ് കാണുമ്പോൾ അത് തെറ്റാണുള്ള മീനിങ്ങിലേക്ക് പോകരുത്. അത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിലൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഓൺലി വേർഡ് ഉണ്ട്, പക്ഷേ ക്വസ്റ്റ്യൻ ഫോളോ ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ. നമുക്ക് തരുന്നൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ എന്തായിരിക്കണം? പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ അത് എന്ത് ചെയ്യണം? അതിനെ ഒന്നെങ്കിൽ ആ പ്രോബ്ലത്തിനെ ലെസ്സൺ ചെയ്യണം, ഒന്നെങ്കിൽ കുറയ്ക്കണം, അല്ലെങ്കിൽ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ. അതിനെതിരായിട്ട് അല്ലെങ്കിൽ ഓവർ റിയാക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓരോരോ ഐഡിയാസ് പറഞ്ഞു പോവാം. നിങ്ങളും ആലോചിക്കുക, ഞാൻ പറയുന്ന സൊല്യൂഷന് മുന്നേ നിങ്ങളൊരു വ്യൂ പോയിന്റ് ഉണ്ടാക്കിയെടുക്കുക. ഓരോ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വ്യൂ പോയിന്റ് ഉണ്ടാക്കി ഒരു ഉത്തരത്തിലേക്ക് എത്തുക, എന്നിട്ട് നമ്മുടെ വീഡിയോ എന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, there has been a substantial drop in the number of people opting for new telephone connection from the public sector telephone company in the recent months. ഇപ്പോൾ രണ്ട് കോഴ്സ് ഓഫ് ആക്ഷൻ പറയുന്നുണ്ട്. ദ പബ്ലിക് സെക്ടർ ടെലിഫോൺ കമ്പനി ഷുഡ് ഇമീഡിയറ്റ്ലി സെറ്റ് അപ്പ് എ കമ്മിറ്റി ടു ഐഡന്റിഫൈ ദ റീസൺസ് ഫോർ ദ ഡ്രോപ്പ്.
ഓക്കെ. രണ്ടാമത്തത്, ദ പബ്ലിക് സെക്ടർ ടെലിഫോൺ കമ്പനി ഷുഡ് ഓഫർ ന്യൂ സ്കീം വിത്ത് വാല്യൂ ആഡഡ് സർവീസസ് ടു ദ ന്യൂ ക്ലയൻസ്. ഓക്കെ. അപ്പോൾ എന്താണ് പറയുന്നത്? നിങ്ങൾ ഓൾറെഡി നിങ്ങളൊരു ഉത്തരത്തിലേക്ക് എത്തുക, എന്നിട്ട് മാത്രം കണ്ടിന്യൂ ചെയ്യാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യം എന്താണ്? ദർ ഹാസ് ബീൻ എ സബ്സ്റ്റാൻഷ്യൽ ഡ്രോപ്പ്. എന്താണ്? ഒരു സബ്സ്റ്റാൻഷ്യൽ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. എന്തിന്? ദ നമ്പർ ഓഫ് പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെലിഫോൺ കണക്ഷൻ എടുക്കുന്ന ആളുകളിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്, ഒരു സബ്സ്റ്റാൻഷ്യൽ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. എവിടെ നിന്നാണ്? ഫ്രം ദ പബ്ലിക് സെക്ടർ ടെലിഫോൺ കമ്പനി ഇൻ ദ റീസെന്റ് മന്ത്സ്. അപ്പോൾ അതിന് ആ ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ അതൊരു പ്രശ്നമാണ്. ഓൾറെഡി അവരുടെ ഉപഭോക്താക്കൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു സർക്കംസ്റ്റൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് ഫലത്തക്ക രീതിയിൽ നമ്മളൊരു ഐഡിയ മുന്നോട്ട് വെക്കണം. ആ മുന്നോട്ട് വെക്കുന്ന ഐഡിയ എന്താവണം? പ്രാക്ടിക്കലി പോസിബിൾ ആവണം. അപ്പോൾ ആദ്യത്തെ കോഴ്സ് ഓഫ് ആക്ഷനിലേക്ക് വരുന്നു. നമ്മൾ പ്രാക്ടിക്കൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആലോചിക്കുക, ഇത് ഫോളോ ചെയ്യോ ഇല്ലയോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ വളരെ എളുപ്പമാണ്. എന്ന് വെച്ചാൽ മോസ്റ്റ് പ്രോബബ്ലി ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ ഉത്തരം ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും മോസ്റ്റ് പ്രോബബ്ലി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ എളുപ്പമാണ്, അല്ലെങ്കിൽ നമുക്ക് ഉത്തരം കറക്റ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ, the public sector telephone company should immediately set up a committee to identify the reasons for the drop. എടാ അത് ഓക്കെ അല്ലടാ, കാരണം ആ ഒരു കുറവ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ഒരു കമ്മിറ്റി നിയോഗിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലേ? അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അവർക്കും വേണ്ടിയിട്ട് ആ പബ്ലിക് സെക്ടേഴ്സിനും ഇപ്പോൾ നമ്മളൊരു അധികാരിയാണെന്നുള്ള രീതിയിൽ നമ്മൾ ഇമാജിൻ ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു കോമൺ മാൻ എന്ന നിലയിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ അപ്പായിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഉയർന്ന രീതിയിൽ ചിന്തിക്കുക. എങ്ങനെ നമ്മളിപ്പോൾ അവിടെ ഈ ഒരു ടെലിഫോൺ കമ്പനിയിൽ അല്ലെങ്കിൽ ഈ ഒരു പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുകയാണ്, നമ്മൾ അവിടുത്തെ ഒരു ഓഫീസർ ആണെങ്കിൽ ഈ ഒരു എന്താ പറയുക കോഴ്സ് ഓഫ് ആക്ഷൻ നമുക്ക് എടുത്തൂടെ? നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നല്ലേ. സോ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ചിന്തയായിരിക്കണം ഏത് ക്വസ്റ്റ്യൻ വരുന്ന സമയത്തും നമ്മുടെ മുന്നിൽ ഉണ്ടാവേണ്ടത്. നമ്മളൊരു ഓഫീസറാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്ഥാനത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഹയർ അതോറിറ്റി ആണെന്ന നിലയിൽ നമുക്ക് അവിടെ എന്ത് ഡിസിഷൻ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന വഴി ശരിയാണോ, അല്ലെങ്കിൽ ആ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ, സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ, ഇതായിരിക്കണം നമ്മുടെ ചിന്ത. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, ദ പബ്ലിക് സെക്ടർ ടെലിഫോൺ കമ്പനി ഷുഡ് ഇമീഡിയറ്റ്ലി സെറ്റപ്പ് എ കമ്മിറ്റി ടു ഐഡന്റിഫൈ ദ റീസൺ ഫോർ ദ ഡ്രോപ്പ്. അപ്പോൾ ഈ ഒരു എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ കുറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാരണം കണ്ടുപിടിച്ചാൽ മാത്രമേ അവർക്ക് അവിടെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സൊല്യൂഷൻ അതിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അറിയണമല്ലോ എന്തുകൊണ്ടാണ് അവർ കുറഞ്ഞു വരുന്നത്, അതിന് മുന്നിലുള്ള റീസൺസ് എന്താ. സോ അതറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആയിട്ട് നമുക്കൊരു കമ്മിറ്റി ഫോം ചെയ്യാന്ന് പറയുന്നത് ഉറപ്പായിട്ടും പറ്റുന്ന കാര്യമാണ്, ഫീസിബിൾ ആണ്, കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഫോളോ ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കത് മുന്നോട്ട് വെക്കാൻ പറ്റും. രണ്ടാമത്തേലേക്ക് വാ, ദ പബ്ലിക് സെക്ടർ ടെലിഫോൺ കമ്പനി ഷുഡ് എന്താണ് ഓഫർ ന്യൂ സ്കീം, പുതിയ കുറച്ച് നല്ല സ്കീം കൊടുക്കുകയാണെങ്കിൽ വിത്ത് വാല്യൂ ആഡഡ് സർവീസസ് ടു ദ ന്യൂ ക്ലയൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻസിന് വേണ്ടിയിട്ട് അവർക്ക് കുറച്ചും കൂടെ നല്ല വാല്യൂ ആഡഡ് സർവീസസ് കൊടുക്കാം, അല്ലെ കുറച്ചും കൂടെ ഓഫേഴ്സ് കൊടുക്കാം. ഇതും പ്രാക്ടിക്കലി പോസിബിൾ അല്ലേ? കാരണം ആ ഒരു പബ്ലിക് സെക്ടർ ടെലിഫോൺ കമ്പനിക്ക് ഉറപ്പായിട്ടും കൊടുക്കാൻ പറ്റും. എങ്കിൽ മാത്രമേ അവിടെ എന്ത് വരുള്ളൂ, ആളുകൾ അത് കണ്ടിട്ട് ആ ഒരു ടെലിഫോൺ കമ്പനി തന്നെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ശരിയല്ലേ? അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റും എന്താണ്, പ്രാക്ടിക്കലി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും, പ്രാക്ടിക്കലി നമുക്ക് ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റൂലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തന്നെ. ഞാനിപ്പോൾ ഓവറായിട്ട് പറയേണ്ട കാര്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇത്രയേ ഉള്ളൂ. പറയുന്ന പോയിന്റ് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഫോളോ ചെയ്യും. ബോത്ത് 1 and 2 ഫോളോസ്. അപ്പോൾ അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് മോർ ദാൻ ഇനഫ് ആണ്. അപ്പോൾ ഈ രണ്ട് റിലേഷനും അല്ലെങ്കിൽ ഈ രണ്ട് കോഴ്സ് ഓഫ് ആക്ഷൻ നമുക്ക് പോസിബിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ ഒന്നും ഉണ്ടാവില്ല, നൈദറിലേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള പോയിന്റാണ് ഏറ്റവും മെയിൻ ആയിട്ട് പറയാനുള്ളത്. സോ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, relatives of ministers are taking advantage of the influence and harass the poor and helpless. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണോ പറയുന്നത് അത് ശരിയായിട്ട് അങ്ങ് എടുക്കുക. അപ്പോൾ അത് നടക്കാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കരുത്. സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന കാര്യം നമുക്ക് 100% അത് കറക്റ്റാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ വാലിഡ് ആണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് സൊല്യൂഷൻ കൊടുക്കണം, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ മുന്നോട്ട് വെക്കണം. അപ്പോൾ എടുക്കുന്ന ഫസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്താണ്, people should vote for a person who has no relatives. എടാ അതൊരിക്കലും പ്രാക്ടിക്കലി നമുക്കത് പോസിബിൾ ആണെന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? അതൊരു ഇല്ലോജിക്കൽ ടേംസിലേക്കല്ലേ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യുന്നത്, നമ്മളൊരു സജഷൻ കൊടുക്കുകയാണ്, നമ്മൾ മുന്നോട്ട് വെക്കുന്ന സജഷൻ എന്ന് പറയുന്നത് എന്താണ്,
പേഴ്സൺ, പീപ്പിൾ ഷുഡ് വോട്ട് ഫോർ എ പേഴ്സൺ. നമ്മൾ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും അവർക്ക് എന്തുണ്ടായിരുന്നു, നമ്മൾ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും റിലേറ്റീവ് ഉണ്ടാവരുത്, ഹു ഹാസ് നോ റിലേറ്റീവ്സ്. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ വോട്ട് ചെയ്യാവൂ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ അല്ലേ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോകാൻ പറ്റുമോ? അത് വായിക്കുന്ന സമയത്തേ മനസ്സിലാവും അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമുക്കത് ആ ഒരു എന്താ പറയുന്ന ഒരു ആക്ഷൻ കൊടുത്തുകൊണ്ട് ആ ഒരു പ്രശ്നത്തെ സാധൂകരിക്കുന്നില്ല, അതൊരു ഫീസിബിൾ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കോഴ്സ് ഓഫ് ആക്ഷൻ 1 എന്ന് പറയുന്നത് ഫോളോ ചെയ്യൂല. രണ്ടാമത്തേലേക്ക് പാടാം. മിനിസ്റ്റർഷിപ്പ് ഷുഡ് ബി ഗിവൺ ടു എ പേഴ്സൺ ഹു ഹാസ് നോ റിലേറ്റീവ്. അപ്പോൾ വീണ്ടും പറയാണ്, മിനിസ്റ്റർഷിപ്പ് കൊടുക്കുന്നത്, വോട്ട് ചെയ്യുന്നത് മാത്രമല്ല മിനിസ്റ്റർഷിപ്പ് കൊടുക്കുന്നത് നേരെ മറിച്ച് വോട്ട് വേണമെങ്കിൽ ചെയ്തോ, പക്ഷേ മിനിസ്റ്റർഷിപ്പ് എന്ത് ചെയ്യരുത്, റിലേറ്റീവ് ഉള്ള ആളുകൾക്ക് കൊടുക്കരുത്. കാരണം റിലേറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഈ റിലേറ്റീവ്സിന് വേണ്ടിയിട്ട് ഇവർ അഡ്വാൻറ്റേജ് ആവുന്ന രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷേ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, അല്ലെങ്കിൽ അതിലൊരു എന്താ പറയുന്നത് ഒരു ഇല്ലോജിക്കൽ ആയിട്ടുള്ളൊരു കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്. അല്ലെങ്കിൽ അല്ലാതെ അവിടെ ഒരു എന്താ പറയുക നമുക്കൊരു കുറച്ചും കൂടെ യുക്തിപരമായിട്ട് ആ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കോഴ്സ് ഓഫ് ആക്ഷനും തെറ്റാണ്. സോ ഇതിൽ ഏത് ഉത്തരവേ വരുള്ളൂ? neither 1 nor 2 follows. ഓക്കെ അല്ലടാ? സോ വളരെ എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് തുടക്കത്തിലുള്ളത്. ഓരോരോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഓരോരോ എന്താ പറയുന്നത് നമുക്ക് കുറച്ച് ലോജിക്കുകളൊക്കെ പറഞ്ഞു പോകാം. സോ തേർഡ് ക്വസ്റ്റ്യൻ നോക്കടാ, മൂന്നാമത് നോക്ക്. Many people in the coastal town have been suffering from respiratory diseases during past few months. അപ്പോൾ ഇതും PYQ തന്നെയാണ്. നമ്മൾ SSCയുടെ റെയിൽവേയുടെ ഒക്കെ PYQ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലൈവ് മോക്കിലെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് വായിച്ചു. ഇനി കോഴ്സ് ഓഫ് ആക്ഷനിലേക്ക് പോകാം. The government should immediately send a team of health professionals to provide medical care to the affected people. Okay. രണ്ടാമത്തെ പറയുന്നു, the people suffering from such diseases should be kept in a special ward and put through proper medication. അപ്പോൾ വീണ്ടും സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നു. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്, ശരിയല്ലേ? മെനി പീപ്പിൾ ഇൻ ദ കോസ്റ്റൽ ടൗൺസ് ഹാവ് ബീൻ സഫറിംഗ് ഫ്രം റെസ്പിറേറ്ററി ഡിസീസസ്. അപ്പോൾ കുറച്ച് റെസ്പിറേറ്ററി ഡിസീസസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ സഫർ ചെയ്യുന്നുണ്ട് കുറച്ച് കാലങ്ങളായിട്ട്, കുറച്ച് പാസ്റ്റ് ഫ്യൂ മന്ത്സ്, കുറച്ച് മാസങ്ങളായിട്ട് ഇവരെന്ത് സഫർ ചെയ്യുന്നുണ്ട്, റെസ്പിറേറ്ററി ഡിസീസസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് നമ്മൾ മുന്നോട്ട് വെക്കുന്ന കോഴ്സ് ഓഫ് ആക്ഷൻ നമ്പർ 1 വായിക്കി. ദ ഗവൺമെന്റ്, അപ്പോൾ അധികാരികളുടെ ഭാഗത്തു നിന്നാണ് പറയുന്നത്, ദ ഗവൺമെന്റ് ഷുഡ് ഇമീഡിയറ്റ്ലി സെൻഡ് എ ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽ ടു പ്രൊവൈഡ് മെഡിക്കൽ കെയർ ടു ദ അഫക്റ്റഡ് പീപ്പിൾ. ഓക്കെ അല്ലടാ? കാരണം നമുക്ക് കുറച്ചും കൂടെ ഫീസിബിൾ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ലേ. ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടീമിനെ സെൻഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ് അവിടെ പ്രശ്നം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഈ രോഗാവസ്ഥയിൽപ്പെട്ട ആളുകൾക്ക് ഒരു മെഡിക്കൽ കെയർ കൊടുക്കുക എന്ന് പറയുന്നത് അത് ഉറപ്പായിട്ടും മാൻഡേറ്ററി ആണ്. കാരണം അത് ആവശ്യമാണ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തായാലും ഫീസിബിൾ ആവുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ തന്നെയാണ്, ശരിയല്ലേ? സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. രണ്ടാമത്തേക്ക് വാ. ദ പീപ്പിൾ സഫറിംഗ് ഫ്രം സച്ച് ഡിസീസസ് ഷുഡ് ബി കെപ്റ്റ് ഇൻ എ സ്പെഷ്യൽ വാർഡ് ആൻഡ് പുട്ട് ത്രൂ പ്രോപ്പർ മെഡിക്കേഷൻ. അതും ഓക്കെയല്ലടാ? കാരണം ഈ ആളുകൾക്ക് എന്താണ് ആക്ച്വലി ഇവരുടെ ഉള്ളിലുള്ള പ്രശ്നം എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാവാനും അനാലിസിസ് ചെയ്യാനും ബാക്കിയുള്ള ആളുകൾക്ക് സ്പ്രെഡ് ആവാതിരിക്കാനും വേണ്ടിയിട്ട് അവരൊരു സ്പെഷ്യൽ വാർഡിൽ വെക്കാനും അവർക്ക് വേണ്ട മെഡിക്കേഷൻ കൊടുക്കാനും പറ്റും. അത് ഗവൺമെന്റ് പോസിബിൾ ആണ്, ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമാണ്. സോ വീണ്ടും ഇതും എന്താണ്, പ്രാക്ടിക്കലി പോസിബിൾ ആണ്. ഈ ഒരു കോഴ്സ് ഓഫ് ആക്ഷനും ശരിയാവുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ബോത്ത് 1 and 2 follows. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം കുറച്ചൊരു എന്താ പറയുന്നത്, ഒരു അരമണിക്കൂർ നിങ്ങളൊരു ഇതിലെ ഒരു 10-20 ക്വസ്റ്റ്യൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ചിന്തിച്ച് തുടങ്ങും. കാരണം ഒരു ഐഡിയ ഇല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് മോക്കുകൾ എഴുതുന്നതെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. സോ ഇത് എന്താണ്, എപ്പോഴും പറയുമ്പോൾ തന്നെ വീഡിയോ കണ്ടിന്യൂസ്ലി കാണാൻ വേണ്ടിയിട്ട് 20 ക്വസ്റ്റ്യൻ വരെ കണ്ടിന്യൂസ്ലി കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളത് കമൻറ്റ് ബോക്സ് പറഞ്ഞോളൂ. അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബോത്ത് 1 and 2 follows. സോ നെക്സ്റ്റ് 7ാമത്തെ ദിവസം നോക്കടാ. A speeding truck has seriously injured many people sleeping on the roadside early in the morning. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്തുക, എന്നിട്ട് മാത്രം എൻ്റെ സൊല്യൂഷൻ നോക്കുക. ഓക്കെ. സോ ഫസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ എന്തായാലും അവിടെ ഒരു പ്രശ്നമാണ്. ഒരു സ്പീഡി ട്രക്ക് എന്ന് വെച്ചാൽ സ്പീഡിൽ പോകുന്ന ഒരു ട്രക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റോഡ് സൈഡിൽ ഉറങ്ങി കിടക്കുന്ന ആളുകൾ ഇഞ്ചേർഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഇടിച്ചിട്ട് അവർക്ക് പരിക്ക് വന്നിട്ടുണ്ട്, ശരിയല്ലേ? ഫസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ പറയുന്നത് എന്താണ്, ദ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ഇമീഡിയറ്റ്ലി പുട്ട് എ കംപ്ലീറ്റ് ബാൻ ഓൺ പീപ്പിൾ സ്ലീപ്പിംഗ് ഓൺ ദ റോഡ് സൈഡ്. ഇത് വായിക്കുന്ന സമയത്തേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആളുകൾക്ക് വേറെ ഒരു വഴി ഇല്ലാത്തതുകൊണ്ടാണ് ഈ റോഡ് സൈഡ് കിടന്ന് ഉറങ്ങുന്നുണ്ടാവുക. സോ അവരെ ബാൻ ചെയ്യുക, അല്ലെങ്കിൽ നേരെ മറിച്ച് ഈ ട്രക്ക് വന്ന് ഇടിച്ച് അവർക്ക് പരിക്ക് പറ്റുന്നു, നേരെ മറിച്ച് ട്രക്കിന് അല്ലെങ്കിൽ ഡ്രൈവർക്കെതിരെ ഒരു കേസ് എടുക്കുന്നതിന് വരെ നേരെ ആളുകൾക്കെതിരെ, അല്ലെങ്കിൽ നമ്മൾ ഹാർഷായിട്ട് തീരുമാനം എടുക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്, ആർക്കെതിരെയാണ്, ഈ ആർക്കാണോ അവിടെ ഇഞ്ചുറി പറ്റിയത് അവർക്കെതിരെയായിട്ടാണ് നമ്മൾ പറയുന്നത്. അത് ശരിയാണോ? അല്ലല്ലോ. കാരണം ഓൾറെഡി അവർ റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്നു, അവർ മാത്രം തെറ്റില്ല. നോർമലി ആ ആളുകൾ വന്ന് ഇടിക്കുന്ന ആരാണ്, ട്രക്കാണ്. സോ പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് കോഴ്സ് ഓഫ് ആക്ഷൻ 1 പറയുന്നത് എന്താണ്,
ഇമീഡിയറ്റ്ലി പുട്ട് എ കംപ്ലീറ്റ് ബാൻ ആർക്കെതിരെ? പീപ്പിൾ സ്ലീപ്പിംഗ് ഓൺ ദ റോഡ് സൈഡ്. സോ അതെന്തായാലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, അത് ഇല്ലോജിക്കലാണ്. കാരണം സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ചെയ്തിട്ട് ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ പ്രശ്നം റിലേറ്റ് ചെയ്ത് പറയാനാണെങ്കിൽ അത് ഇല്ലോജിക്കലാണ്. ശരിയല്ലേ? സോ ഇതെന്തായാലും ഫോളോ ചെയ്യില്ല എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. സോ രണ്ടാമത്തേലേക്ക് വാ. ദ ഡ്രൈവർ ഓഫ് ദ സ്പീഡിംഗ് ട്രക്ക് ഷുഡ് ബി നാബ്ഡ് ആൻഡ് ട്രൈഡ് ഫോർ ദ ക്രൈം ഹി കമ്മിറ്റഡ്. ഇത് ഓക്കെ അല്ലടാ? ഡ്രൈവറിന് പണിഷ്മെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഓക്കെയാണ്. ഡ്രൈവർ കാരണം അയാൾക്ക് എന്താണോ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ പണിഷ്മെന്റ് കിട്ടണം. സോ the driver of the speeding truck should be nabbed and tried for the crime he committed. ഇത് ഓക്കെയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ഇവിടെ ബോത്ത് 1 and 2 എന്നുള്ളതിലേക്ക് പോകുന്നില്ലല്ലോ. സോ എല്ലാ കേസിലും ബോത്ത് 1 and 2 ആയിരിക്കാം എന്നുള്ളൊരു ഐഡിയ വിടണം. സോ നോർമലി പല ഉത്തരത്തിലേക്ക് എത്താലോ. സോ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഇതിന്റെ ഉത്തരം ഏത് വരണം? ഓൺലി 2 ഫോളോസ്. ഓപ്ഷൻ നമ്പർ ബി. ഈസി അല്ലേ? ഓക്കെ അല്ലേ? കുറച്ചും കൂടെ ഉത്തരം കിട്ടുന്നുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്ക്. സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നു, കാണുന്നുണ്ടല്ലോ. ഓക്കെ. ദ റെയിൽവേസ് ഹാവ് ഡിസൈഡഡ് ടു റിപ്പയർ ദ മെയിൻ ട്രാക്ക് വിത്തിൻ ദ സിറ്റി ഓൺ ദ ഫോളോയിങ് സൺഡേ ആൻഡ് ഹാവ് ഡിസൈഡഡ് ടു സസ്പെൻഡ് ഓപ്പറേഷൻസ് ഫോർ ദ വോൾ ഡേ. ഓക്കെ. അപ്പോൾ എന്താ പറയുന്നത്? ദ റെയിൽവേസ് ഹാവ് ഡിസൈഡഡ്. റെയിൽവേ ഡിസൈഡ് ചെയ്യാണ് മെയിൻ ട്രാക്ക് റിപ്പയർ ചെയ്യണം. റെയിൽവേ ഡിസൈഡ് ചെയ്യുന്ന പോയിന്റ് എന്താടാ? മെയിൻ ട്രാക്ക് റിപ്പയർ ചെയ്യണം. എന്നാടാ? ഓൺ ദ ഫോളോയിങ് സൺഡേ ആൻഡ് ദ ഫോളോയിങ് സൺഡേ. അത് മാത്രമല്ല, സോ ഈ സൺഡേ ഐ ഹാവ് ഡിസൈഡ് ടു സസ്പെൻഡ് ഓപ്പറേഷൻ ഫോർ ദ ഡേ ഓൾ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഞായറാഴ്ച എന്താ പറയുക പാളത്തിലൂടെ പോകുന്ന കംപ്ലീറ്റ് ഓപ്പറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? കാരണം ഒരു പാളത്തിൽ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ആ പാളത്തിലൂടെ പോകുന്ന വണ്ടികളായിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ അത് ആ ദിവസം മൊത്തം എന്ത് ചെയ്തിട്ടുണ്ടാവും? സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. കാരണം അവിടെ പണി നടക്കണമല്ലോ. കാരണം ഓക്കെയാണ്, സ്റ്റേറ്റ്മെന്റ് ഓക്കെയാണ്, നമ്മൾ വായിച്ചു. ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി അതിന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ 2 കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മുടെ മുന്നിൽ തന്നിട്ടുണ്ട്. ദ റെയിൽവേ അതോറിറ്റി ഷുഡ് ഇഷ്യൂ പബ്ലിക് നോട്ടിഫിക്കേഷൻ വെൽ ഇൻ അഡ്വാൻസ് ടു അവോയ്ഡ് ഇൻകൺവീനിയൻസ് ടു ദ പാസഞ്ചേഴ്സ്. ഓക്കെ. കാരണം പാസഞ്ചേഴ്സിന് ഇൻകൺവീനിയൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കുറച്ച് മുന്നേ തന്നെ എന്ത് പറയണം? റെയിൽവേ ഒരു പബ്ലിക് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുക എന്ന് പറയുന്നത് ഫീസിബിൾ ആണ്. കാരണം ഈ ഒരു പ്രശ്നം ആ ദിവസം അറിയുന്നതിനെക്കാട്ടും കുറച്ച് 2-3 ദിവസം മുന്നേ ആണെങ്കിൽ ആളുകൾക്ക് എന്ത് ചെയ്യാം? ആ രീതിയിൽ തന്നെ തീരുമാനത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ വേറെ ട്രാവൽ മീഡിയം നോക്കാൻ പറ്റും. അപ്പോൾ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെയാണ്. സ്റ്റേറ്റ്മെന്റ് 1 അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിൽ മാച്ച് ആവുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ തന്നിട്ടുള്ളത്. കുഴപ്പമില്ലല്ലോ. സോ രണ്ടാമത്തേലേക്ക് വാ. All the long distance trains entering the city during the repair hours should be stopped outside the city limit. അപ്പോൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇത് ശരിയല്ലേ എന്നുള്ളൊരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇത് ഓൾറെഡി ഓപ്പറേഷൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ആ സൺഡേ ആണ്. സോ ആ പാളത്തിലൂടെ പോകുന്ന അല്ലെങ്കിൽ ഹാവ് ഡിസൈഡ് ടു സസ്പെൻഡ് ഓപ്പറേഷൻ ഫോർ ദ ഓൾ ഡേ ഈ മെയിൻ ട്രാക്കിലൂടെ പോകുന്ന എല്ലാ ട്രെയിനുകളെയും സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ആ രീതിയിൽ തീരുമാനം അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയാണ് ഈ ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻ ഓരോ കീ പോയിന്റ് ശ്രദ്ധിക്കുക. ഓൾ ദ ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻസ് കാരണം ദീർഘദൂര യാത്ര ചെയ്യുന്ന ട്രെയിനുകൾ മൊത്തം സിറ്റി ഡ്യൂറിംഗ് ദ റിപ്പയർ ഹവേഴ്സ് ഈ റിപ്പയർ ഹവേഴ്സിന്റെ സമയത്ത് ഷുഡ് ബി സ്റ്റോപ്ഡ് ഔട്ട്സൈഡ് ദ സിറ്റി ലിമിറ്റ്. ഈ സിറ്റി ലിമിറ്റിന്റെ ഔട്ട്സൈഡ് നിർത്തണം അല്ലെങ്കിൽ അത് സസ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറയുന്നത് ഫീസിബിൾ ആണോ? എടാ ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദീർഘദൂര യാത്ര ചെയ്യുന്ന ട്രെയിനുകൾ ഒരു സ്ഥലത്ത് തന്നെ ഫിക്സഡ് ആയിട്ട് നിർത്തി വെക്കുന്നത് അത് ഒരിക്കലും പോസിബിൾ ആവുന്ന കാര്യമില്ല. കാരണം ഇപ്പോൾ സപ്പോസ് ഈ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് പോവുകയാണ്, ഇപ്പോൾ മുംബൈയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് നിർത്തുക എന്ന് പറയുന്നത് കാരണം അവിടെ അങ്ങോട്ടേക്ക് എത്തുന്നില്ല. അത് ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒരു മുഴുവൻ ഡേയോ ഒരിക്കലും പോയിട്ട് എന്ത് ചെയ്യരുത്, നിർത്താൻ പറ്റില്ല. അത് പോസിബിൾ അല്ല. സോ അത് അവർക്ക് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും രീതിയിൽ വഴി തിരിച്ചു വിടണ്ടേ? കാരണം വേറെയും റൂട്ട് പോസിബിൾ ആയിരിക്കും. വേറെ റൂട്ട് വഴി തിരിച്ചു വിടുക എന്നുള്ളതാണ് എന്താ പറയുന്നത് മോസ്റ്റ് പ്രോബബിളി അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ. അതിന് നേരെ മറിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ആ ട്രെയിൻ ആ സിറ്റി ലിമിറ്റിൽ സ്റ്റോപ്പ് ചെയ്തിടുക, ആ പണി നടക്കുന്നത് വരെ പണി തീരുന്നത് വരെ സ്റ്റോപ്പ് ചെയ്തിടുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, അത് ഇമ്പോസിബിൾ ആണ് അല്ലെങ്കിൽ ഇല്ലോജിക്കലാണ്. സോ വീണ്ടും സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ചെയ്ത് പറയാനാണെങ്കിൽ ഈ കോഴ്സ് ഓഫ് ആക്ഷൻ ഫോളോ ചെയ്യോ? ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഫോളോ ചെയ്യൂല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 2 ഫോളോ ചെയ്യില്ല, സ്റ്റേറ്റ്മെന്റ് 1 മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. അതിന് കാരണം ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻസ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റിൽ വേറെ ഒരു പോയിന്റ് പറഞ്ഞിട്ടില്ല. എങ്ങനെ ഈ ഒരു മെയിൻ ട്രാക്ക് മാത്രമേ ഉള്ളൂ എന്നോ അല്ലെങ്കിൽ വേറെ വഴികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ പറയുന്നില്ല. സോ ലോങ് ഡിസ്റ്റൻസ് ട്രെയിനിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു മെയിൻ ട്രാക്കിലൂടെ മാത്രമേ യാത്ര ചെയ്യാവുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ വേറെയും വഴികൾ പോസിബിൾ ആയിരിക്കും, വേറെയും പാത്ത് അല്ലെങ്കിൽ വേറെയും എന്തുണ്ടാവും, ട്രാക്കുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് നിർത്തിയിടുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 2 ഫോളോ ചെയ്യില്ല, ഓൺലി 1 ഫോളോസ്. ഓപ്ഷൻ നമ്പർ എ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലടാ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കി. ക്വസ്റ്റ്യൻ നമ്പർ 6 വായിക്കും. എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്ര.
ഇന്ത്യൻ പ്ലേയേഴ്സ് ഹാവ് ഫെയിൽഡ് ടു ഗ്രാബ് എനി മെഡൽ ഇൻ റീസെന്റ് ടൂർണമെന്റ്സ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് എന്ത് പറ്റിയിട്ടില്ല, ഒരു മെഡൽ പോലും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ റീസെന്റ് ടൂർണമെന്റ്സിൽ ഒരു മെഡൽ പോലും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. സോ അതാണ് നമ്മുടെ മുന്നിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. 2 കോഴ്സ് ഓഫ് ആക്ഷൻ തരുന്നു. ഇന്ത്യ ഷുഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ സച്ച് ടൂർണമെന്റ്സ്. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഹാർഷ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. ഹാർഷ് ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ പാടില്ല. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ഇന്ത്യ ഷുഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ സച്ച് ടൂർണമെന്റ്സ്. എന്തുകൊണ്ട് നമ്മൾ എന്തിനാ പറയുന്നത്, ഒരു വട്ടം മെഡൽ കിട്ടിയില്ല അല്ലെങ്കിൽ കുറച്ച് ടൂർണമെന്റ്സ് മെഡൽ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഹാർഷ് ഡിസിഷൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻസ് ഒരിക്കലും ഇതുപോലത്തെ ടൂർണമെന്റ്സിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, അല്ലെങ്കിൽ ഇല്ലോജിക്കലാണ് അല്ലേ. സോ രണ്ടാമത്തിലേക്ക് പോവാം. ഇന്ത്യൻ പ്ലേയേഴ്സ് ഷുഡ് ബി പണിഷ്ഡ് ഫോർ ദ ഫെയിലർ. എന്തിനാടാ ഒരു മെഡൽ കിട്ടിയില്ലെങ്കിൽ പണിഷ് ചെയ്യേണ്ട കാര്യമുണ്ടോ? വീണ്ടും എന്തിനാ ഈ ഹാർഷ് ഡിസിഷനിലേക്ക് എടുക്കുന്നത്? സോ അതും ഫോളോ ചെയ്യൂല. സോ രണ്ടാമത്തെ കോഴ്സ് ഓഫ് ആക്ഷനും ഫോളോ ചെയ്യൂല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ neither 1 nor 2 follows. ഓക്കെ അല്ലേ? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഒരു പോയിന്റും കൂടെ ഞാൻ പറയാൻ വിട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഒറ്റ മിനിറ്റ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ എടാ, ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഒരു പോയിന്റ് കൂടെ പറഞ്ഞുതരാം. ദ ഗവൺമെന്റ് ഷുഡ് ഇമീഡിയറ്റ്ലി സെൻഡ് എ ടീം ഫോർ ഹെൽത്ത് പ്രൊഫഷണൽസ് ടു പ്രൊവൈഡ് മെഡിക്കൽ കെയർ ടു ദ അഫക്റ്റഡ് പീപ്പിൾ. അപ്പോൾ ഇതാണ് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മൾ ബോത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ ഒരു എക്സ്ട്രാ പോയിന്റ് കൂടി പറഞ്ഞുതരാം. മേ ബി സം ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസിൽ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എടാ, കോഴ്സ് ഓഫ് ആക്ഷനിൽ പോസിറ്റീവായിട്ട് ഒരു ടീം വർക്ക് കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കണടാ, തന്നിരിക്കുന്ന കോഴ്സ് ഓഫ് ആക്ഷനിൽ പോസിറ്റീവായിട്ട് നോക്കുന്ന സമയത്ത് ഒരു ടീം വർക്ക് കാണുകയാണെങ്കിൽ ആ കോഴ്സ് ഓഫ് ആക്ഷൻ ശരിയാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നോക്ക്, the government should immediately send a team of health professionals to provide medical care to the affected people. അപ്പോൾ ഒരു ടീം വർക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കൂട്ടം ഹെൽത്ത് പ്രൊഫഷണൽസിനെ ഒരു സ്ഥലത്ത് അയക്കുന്നു. ഇതൊക്കെ പറയുന്ന ഒരു ടീം വർക്കാണ്. കാരണം ആ ഒരു പ്രശ്നത്തെ സാധൂകരിക്കാൻ അല്ലെങ്കിൽ പ്രശ്നത്തിനെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം വർക്ക് അവിടെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് ആളുകൾ കാരണം അവിടെ ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ കോഴ്സ് ഓഫ് ആക്ഷൻ ഫീസിബിൾ ആണ്. ആ ഒരു പോയിന്റ് കൂടെ മനസ്സിലാക്കുക. ഒരു ടീം വർക്ക് കാണുകയാണെങ്കിൽ, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ടീം വർക്ക്. അപ്പോൾ ഈ ഒരു കീവേഡും കൂടെ നോക്കുക. സോ ഇത് നിങ്ങൾക്ക് മേ ബി ചില ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യാൻ പറ്റും, യൂസ്ഫുൾ ആയിട്ട് മാറിയേക്കാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7 വായിക്കേ. ഫിലിം ആക്ടേഴ്സ് യൂസ് ദ പോപ്പുലാരിറ്റി ആൻഡ് ബിക്കം ഈവൻ ചീഫ് മിനിസ്റ്റേഴ്സ്. ശരിയാണ്, നമ്മൾ കാണാറുണ്ട്, ചില സംസ്ഥാനത്ത് നമ്മളത് കണ്ടിട്ടുണ്ട്. ഫിലിം ആക്ടേഴ്സ് അവരുടെ പോപ്പുലാരിറ്റി യൂസ് ചെയ്തിട്ട് ഈവൻ ചീഫ് മിനിസ്റ്റേഴ്സ് വരെ ആവാറുണ്ട്, ഇലക്ഷനിൽ പങ്കെടുക്കാറുണ്ട് അല്ലേ. ദേ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് പൊളിറ്റിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അവർക്ക് പൊളിറ്റിക്സിനെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഭരണത്തെ പറ്റി യാതൊരു അറിവും ഉണ്ടാവില്ല. പക്ഷേ അവരുടെ പോപ്പുലാരിറ്റി വെച്ചിട്ട് ഈവൻ ചീഫ് മിനിസ്റ്റർ വരെ ആയി കണ്ടിട്ടുണ്ട്. ദേ നോ ഓൺലി ടു മിസ്യൂസ് ദ റിസോഴ്സസ്. അതും ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അവരെന്ത് ചെയ്തിട്ടുണ്ട്, റിസോഴ്സ് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കറിയാം. ദേ നോ ഓൺലി ടു മിസ്യൂസ് ദ റിസോഴ്സസ്. അപ്പോൾ പറയുന്നു കോഴ്സ് ഓഫ് ആക്ഷൻ, ഫിലിം ആക്ടേഴ്സ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു ഫൈറ്റ് എലക്ഷൻസ്. അപ്പോൾ വീണ്ടും പറയാണ് കോഴ്സ് ഓഫ് ആക്ഷൻ, ഫിലിം ആക്ടേഴ്സ്. അപ്പോൾ നോർമലി ഫിലിം ആക്ടേഴ്സ് യൂസ് ദ പോപ്പുലാരിറ്റി ആൻഡ് ബിക്കം ഈവൻ ചീഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. അത് തന്നെ പറയുന്നു ദേ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് പൊളിറ്റിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ദേ ഓൺലി ടു മിസ്യൂസ് ദ റിസോഴ്സസ് എന്ന് വെച്ചിട്ട് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ പറയുന്നു ഫിലിം ആക്ടേഴ്സ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു ഫൈറ്റ് എലക്ഷൻ. അപ്പോൾ നോർമലി ഈ സ്റ്റേറ്റ്മെന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ശരിയാക്കാൻ നമുക്ക് തോന്നിയത്, കാരണം ഈ ഫിലിം ആക്ടേഴ്സ് ഇങ്ങനെയാണ്, അവർ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, റിസോഴ്സ് മിസ്യൂസ് ചെയ്യുന്നുണ്ട്, അവർക്ക് ആകെ റിസോഴ്സ് മിസ്യൂസ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഈ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ശരിയല്ലേ, അവരെ ഇലക്ഷൻ ഫൈറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇലക്ഷനിൽ പങ്കെടുപ്പിക്കാതിരുന്നാൽ പോരെ, അപ്പോൾ അതൊരു ചാൻസ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നോർമലി നമുക്ക് പോസിബിൾ ആണോ? നമുക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇപ്പോൾ ഒരാൾ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇലക്ഷൻ നിൽക്കണ്ടേ എന്നുള്ളത് ഇപ്പോൾ അവർക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ലേ. നോർമലി ഫിലിം ആക്ടേഴ്സ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു ഫൈറ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് ശരിയാണോ? ഭരണഘടനാപരമായിട്ട് ചിന്തിക്കുന്നതാണ് ശരിയല്ല അല്ലേ. സോ നോർമലി ഈ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ തെറ്റാണ്, അല്ലെങ്കിൽ അത് ശരിയാണെന്നുള്ള രീതിയിലേക്ക് പോകരുത്. അതാണ് ഞാൻ പറയുന്നത്. പ്രാക്ടിക്കലി പോസിബിൾ ആണോ? നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ യുക്തിപരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഓക്കെ അവർ പങ്കെടുക്കാത്തതാണ് നല്ലതെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ കോഴ്സ് ഓഫ് ആക്ഷൻ എവിടെയാവുന്നത്, വ്യത്യസ്തമാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉത്തരം ശരിയാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രേ പോയിന്റ് ഉള്ളൂ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ലോജിക്കലി അല്ലെങ്കിൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല, അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. രണ്ടാമത് പറയാം, പീപ്പിൾ ഷുഡ് നോട്ട് വോട്ട് ഫോർ എ നോൺ പൊളിറ്റിക്കൽ പേഴ്സൺ. അപ്പോൾ വീണ്ടും പറയാണ്, അപ്പോൾ വീണ്ടും ശരിയല്ലേന്ന് തോന്നും, പക്ഷേ പ്രാക്ടിക്കലി പോസിബിൾ ആണോ? നോൺ പൊളിറ്റിക്കൽ പേഴ്സൺ മാത്രമേ പീപ്പിൾ ഷുഡ് നോട്ട് വോട്ട് ഫോർ എ നോൺ പൊളിറ്റിക്കൽ പേഴ്സൺ, പൊളിറ്റിക്സ് അറിയുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പേഴ്സൺ മാത്രമേ വോട്ട് ചെയ്യാമെന്ന് പറയുന്നത് വീണ്ടും പ്രാക്ടിക്കലി പോസിബിൾ അല്ല അല്ലേ. നമുക്ക് ഒരിക്കലും പോയിട്ട് ഒരാളെ കമ്പൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ ഇപ്പോൾ ഓൾറെഡി ഫിലിം ആക്ടറാണ്, ഇയാൾക്ക് രാഷ്ട്രീയം അറിയില്ല, അയാൾക്ക് വോട്ട് ചെയ്യരുതെന്ന് പറയാൻ പറ്റില്ല
ഓക്കെ, നമുക്ക് മേ ബി ഒന്നോ രണ്ടോ ആളുകൾക്ക് പറയാം, പക്ഷേ എല്ലാ ആളുകളോടും പറയാൻ വേണ്ടി പറ്റുന്നതല്ല, അതങ്ങനെ ചെയ്യാനും പാടില്ല. സോ വീണ്ടും ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്, തെറ്റാണ്. സോ 1 and 2 ഫോളോ ചെയ്യൂല, neither 1 nor 2 follows. ഓക്കെ അല്ലേ? സോ ഇതാണ് ഇതിൻ്റെ ഒരു ഐഡിയ. നമ്മൾ നോർമലി ആലോചിക്കുന്ന കാര്യം പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. Indian cricket team is performing very well. Particularly the batting lineup is the best in the world. Okay, best in the world. Understood ആണ്, സ്റ്റേറ്റ്മെന്റ് വായിച്ചു. രണ്ടാമത്തേക്ക് കോഴ്സ് ഓഫ് ആക്ഷനിലേക്ക് വരുന്നു. There should be least changes in the present team. ഓക്കെ ആണോ? പോസിബിൾ ആണോ? നമുക്കിത് കോഴ്സ് ഓഫ് ആക്ഷൻ ആയിട്ട് പരിഗണിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള രീതിയിൽ പറയാൻ പറ്റുമോ? എന്താ പറയുന്നത്? There should be least changes in the present team. പ്രസന്റ് ടീമിൽ യാതൊരു ചേഞ്ചും വരുത്തരുത്. ഓക്കെ, ശരിയാണല്ലോ. The Indian cricket team is performing very well. നന്നായിട്ട് പറയും, നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാ അവർക്ക് ടീം മാറ്റേണ്ട കാര്യം എന്താ? ശരിയാണ്, ഓഫ് കോഴ്സ്. കാരണം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കോഴ്സ് ഓഫ് ആക്ഷൻ 1 പോസിബിൾ ആണ്, ലോജിക്കലി കറക്റ്റ് ആണ്. There should be least change. യാതൊരു ചേഞ്ചും വരുത്തേണ്ട കാര്യമില്ല, ഓൾറെഡി നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തിലേക്ക് വാ. The Indian Cricket Board should take an action to improve the bowling standard. എടാ, എവിടെയാടാ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇന്ത്യയുടെ ബോളിംഗ് സ്റ്റാൻഡേർഡ് മോശമാണെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഒരിക്കലും പറയുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എടുത്താൻ പോകുന്നത്? സോ സ്റ്റേറ്റ്മെന്റ് പറയാത്തൊരു കാര്യത്തെ പറ്റി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട്, നോർമലി ഇവിടെ പറയുന്നൊരു പോയിന്റ് ഉള്ളൂ, പെർട്ടിക്കുലർലി ദ ബാറ്റിംഗ് ലൈനപ്പ് ഈസ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. അപ്പോൾ നോർമലി ബാറ്റിംഗ് ലൈനപ്പ് ബെസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് അവിടെ ബോളിംഗ് സ്റ്റാൻഡേർഡ് മോശമാണെന്ന് നിർബന്ധമുണ്ടോ? നമ്മൾ പിന്നെ നോർമലി അങ്ങനെ പറയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട കാര്യമില്ല. അവിടെ ബോളിങ്ങിനെ പറ്റി ബോളിംഗ് മോശമാണെന്നുള്ള രീതിയിൽ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. സോ നോർമലി അതുപോലത്തെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്, വലിയ ഹാർഷ് തീരുമാനത്തിലേക്ക് എടുക്കാൻ പോയത്. നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്, തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. ദ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ഷുഡ് ടേക്ക് ആൻ ആക്ഷൻ ടു ഇംപ്രൂവ് ദ ബോളിംഗ് സ്റ്റാൻഡേർഡ്. സോ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേ? സോ ഇതിൽ ഏതേ ഫോളോ ചെയ്യുന്നുള്ളൂ? ഓൺലി വൺ ഫോളോസ്. അപ്പോൾ കുറച്ചും കൂടെ ഐഡിയാസ് കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. സോ 8 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്, ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ആ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, കംപ്ലീറ്റ് കാണാം, അത്രേ ഉള്ളൂ. അടുത്ത വായിക്കി. ദ ഇന്ത്യൻ ഫാമേഴ്സ് ആർ ലിവിങ് അറ്റ് ദ മേഴ്സി ഓഫ് മൺസൂൺ. വെനെവർ ഇറ്റ് ഫെയിൽസ് ദേ ആർ റൂയിൻഡ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഫാമേഴ്സ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ലിവിങ് എന്ത് ചെയ്യുന്നത്, ഇൻ ദ മേഴ്സി ഓഫ് മൺസൂണിൻ്റെ ഹെൽപ്പോടെയാണ്. വെനെവർ ഇറ്റ് ഫെയിൽസ് ദേ ആർ റൂയിൻഡ്. കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇവരുടെ കൃഷിയൊക്കെ നശിക്കാനുള്ള ചാൻസസ് ഉണ്ട്, റൂയിൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വീണ്ടും പറയുന്നു, ദി ഗവൺമെന്റ് ഷുഡ് അറേഞ്ച് ഫോർ ആൾട്ടർനേറ്റ് സോഴ്സസ് ഓഫ് ഇറിഗേഷൻ. അപ്പോൾ ഓക്കെ അല്ലേ? മൺസൂൺ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഇതിൽ എന്തെങ്കിലും ഒരു ഫെയിൽ പറ്റിയാൽ, എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അത് നിന്നാൽ, മഴ പെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ആൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് ഇറിഗേഷൻ, അത് പ്രാക്ടിക്കലി നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷനാണ്. ശരിയല്ലേ? ഗവൺമെന്റ് ഷുഡ് അറേഞ്ച് ഫോർ ആൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് ഇറിഗേഷൻ. നമുക്ക് ആ ഒരു രീതിയിൽ ഇറിഗേഷൻ, അല്ലെങ്കിൽ വേറെ ആൾട്ടർനേറ്റ് വഴികൾ, ഇപ്പോൾ മഴ മാത്രമല്ല വേറെയും കുറച്ച് ആൾട്ടർനേറ്റ് സോഴ്സസ് ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫാമേഴ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ രീതിയിൽ മൺസൂൺ ഉള്ള സമയത്ത് ആ വെള്ളം സംഭരിക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു ആൾട്ടർനേറ്റ് സോഴ്സസ് ഗവൺമെൻറ് മുന്നോട്ട് വെക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സഹായം കൊടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ ആണ്, ഗവൺമെൻറ് ചെയ്യാൻ പറ്റും. നോർമലി അതെന്താണ്, ഫോളോ ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ കൺക്ലൂഷൻ അല്ല, കോഴ്സ് ഓഫ് ആക്ഷൻ 1 ഫോളോ ചെയ്യും. രണ്ടാമത്തേക്ക് പാടാം. ദ ഇന്ത്യൻ ഫാമേഴ്സ് ഷുഡ് ലീവ് ദ ഫീൽഡ്സ് ആൻഡ് സ്റ്റാർട്ട് സം അതർ ബിസിനസ്. അപ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് ശരിയാണല്ലോ, ഇന്ത്യൻ ഫാമേഴ്സിന് അവർക്ക് എന്താ പറയുന്നത്, whenever it fails they are ruined. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ വേറെ ബാക്കിയുള്ള വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? കാരണം നോർമലി അവർക്ക് അറിയുന്ന പരിപാടി, അവർക്ക് അറിയുന്ന പണിയല്ലേ അവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇൻ കേസ് നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം, അവിടെ ഒരു കൃഷിയില്ല, ഈ ആളുകൾ മൊത്തം വേറെ എന്തെങ്കിലും ജോലി ചെയ്താൽ നമുക്ക് അവിടെ ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കിട്ടാതാവൂലേ? അപ്പോൾ വീണ്ടും വേറെയും കുറേ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം ഒരിക്കലും ഒരു പ്രശ്നം അഗ്രവേറ്റ് ചെയ്യാവുന്ന രീതിയിലാവരുത്, അത് മിനിമൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എടുക്കുന്ന ഡിസിഷൻ വേണ്ടത്. അപ്പോൾ നോർമലി ഇതുപോലത്തെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫാമേഴ്സ് ഷുഡ് ലീവ് ദ ഫീൽഡ്സ് ആൻഡ് സ്റ്റാർട്ട് സം അതർ ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷെ അവർക്ക് എന്താ ചെയ്തു കൊടുക്കേണ്ടത്? അവർ ആ ഒരു അഗ്രികൾച്ചർ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ, അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. അല്ലാതെ നേരെ മറിച്ച് ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ വേറെയും ജോലി സാധ്യതകൾ മുന്നോട്ടുണ്ട്, അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് നമ്മൾ ലോജിക്കലി അത് ശരിയല്ല, അല്ലെങ്കിൽ അത് ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇല്ലോജിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ അല്ല രണ്ടാമത്തത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. A large number of people of the city are found to be suffering from malaria. So ഇത് CGL 2022 ആണെന്ന് തോന്നുന്നു. സോ അതിലവിടുത്തെ PYQ ആണ്. സോ എടുത്തത് മൊത്തം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്.
So large number of people of the city are found to be suffering from malaria. Okay, understood. Course of action number 1. The municipal authorities of the city should take immediate steps to contain the widespread fumigation in the city. ഓക്കെ അല്ലേ? കാരണം അവിടെ പറയുന്നുണ്ട് എന്ത് സ്റ്റെപ്സ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ദ സിറ്റി ഷുഡ് ടേക്ക് ഇമീഡിയറ്റ് സ്റ്റെപ്സ് എന്തിനാ ടു കണ്ടെയ്ൻ ദ വൈഡ് സ്പ്രെഡ് ഫ്യൂമിഗേഷൻ ഇൻ ദ സിറ്റി. ഓക്കെ അല്ലടാ സ്റ്റേറ്റ്മെന്റ് 1 കണക്ട് ചെയ്യാൻ പറ്റൂലേ? കാരണം ഇതിന് എന്താ പറയുക എതിരായിട്ട് മുനിസിപ്പൽ അതോറിറ്റീസ് എന്തെങ്കിലുമൊക്കെ ഇമീഡിയറ്റ് സ്റ്റെപ്സ് പുട്ട് ഫോർവേഡ് ചെയ്യണം അല്ലെങ്കിൽ അത് എടുക്കണം എന്ന് പറയുന്നത് ഓക്കെയാണ്, പ്രാക്ടിക്കലി പോസിബിൾ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മലേറിയയുടെ പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു സഫറിങ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ഹെൽപ്പ് ആവുന്ന രീതിയിൽ കുറച്ച് ഇമീഡിയറ്റ് സ്റ്റെപ്സ് എന്ത് ചെയ്യണം ഗവൺമെന്റിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ അതോറിറ്റീസിന്റെ ഭാഗത്ത് നിന്ന് ഹയർ അതോറിറ്റീസിന്റെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ടതാണ്. സോ കോഴ്സ് ഓഫ് ആക്ഷൻ നമ്പർ 1 ഫോളോ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേലേക്ക് വാ. People in the area should be advised to take steps to avoid mosquito bite. കണക്ട് ചെയ്യാൻ പറ്റൂല, കാരണം മൊസ്കിറ്റോ ബൈറ്റ് കാരണമാണ് മലേറിയ ഫോം ചെയ്യുന്നത്, മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. സോ കൊതുകടി കൊള്ളാതെ നോക്കുക എന്ന് പറയുന്നത് വീണ്ടും എന്താണ് ലോജിക്കലി പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രാക്ടിക്കലി പോസിബിൾ ആവുന്ന കാര്യമാണ്. കാരണം അത് അഡ്വൈസ് ആണ്. അപ്പോൾ വീണ്ടും പറയുന്നു അഡ്വൈസ്. നോർമലി പോസിറ്റീവ് അഡ്വൈസസ് ഒരു കോഴ്സ് ഓഫ് ആക്ഷനിൽ വരികയാണെങ്കിൽ പോസിറ്റീവ് അഡ്വൈസസ്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു ഈ കൊടുക്കുന്ന അഡ്വൈസ് എന്തായിരിക്കണം? പ്രാക്ടിക്കലി പോസിബിൾ ആവണം. അതുപോലെ തന്നെ കൊടുക്കുന്ന അഡ്വൈസ് എന്ത് ചെയ്യണം? ആ പ്രശ്നത്തിനെ ഫീസിബിൾ ആവുന്ന രീതിയിൽ പ്രശ്നം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആവുകയും വേണം. എങ്കിൽ ആ കോഴ്സ് ഓഫ് ആക്ഷന് അത് ശരിയായിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു അഡ്വൈസ് ആണ്. എങ്ങനെ കൊതുകടി കൊള്ളാതെ നോക്കുക എന്ന് പറയുന്നത് ഒരു അഡ്വൈസ് ആണ്, നമ്മൾ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അഡ്വൈസ് ആണ്. സോ നോർമലി ഈ ഒരു കോഴ്സ് ഓഫ് ആക്ഷനും ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ അല്ലടാ? സോ ഇത്രയേ ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ് 1 and 2 അല്ലെങ്കിൽ ഈ കോഴ്സ് ഓഫ് ആക്ഷൻ 1 and 2 ഫോളോസ്, ബോത്ത് 1 and 2 ഫോളോസ്. സോ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് 11 വായിക്കും. The sale of a particular product has gone down considerably, causing great concern to the company. Okay, അപ്പോൾ ഇവരുടെ ഏതോ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു പെർട്ടിക്കുലർ കമ്പനീൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിൽ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഗോ ഡൗൺ കൺസിഡറബിളി കോസിങ് ഗ്രേറ്റ് കൺസേൺ ടു ദ കമ്പനി. അപ്പോൾ അവർക്ക് കൺസേൺ ആയി തുടങ്ങി. സോ വീണ്ടും കോഴ്സ് ഓഫ് ആക്ഷൻ വായിക്കുന്നു. ദ കമ്പനി ഷുഡ് മേക്ക് എ പ്രോപ്പർ സ്റ്റഡി ഓഫ് റൈവൽ പ്രൊഡക്ട്സ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ അത് അവർക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ റൈവൽ പ്രൊഡക്ട്സിൻ്റെ എന്താ പറയുന്നത് സെയിൽ കൂടുതലാണ് അല്ല അങ്ങനത്തെ കമ്പനീസിൻ്റെ റൈവൽ പ്രൊഡക്ട്സിന് ഒരു പ്രോപ്പർ സ്റ്റഡി അവർക്ക് നടത്താൻ പറ്റും. എങ്കിൽ മാത്രമേ എന്ത് കാണാൻ പറ്റുള്ളൂ? അവർക്ക് എന്താണ് പ്രശ്നം, അവരുടെ പ്രൊഡക്റ്റിന് എന്താണ് പ്രശ്നം പറ്റുന്നത് അല്ലെങ്കിൽ അവരുടെ സെയിൽ കുറയാൻ കാരണം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ സ്റ്റഡി നടത്തണം. അത് നടത്തിയേ പറ്റുള്ളൂ, അല്ലാതെ അവർക്ക് യാതൊരു കാര്യം മനസ്സിലാവില്ല. അവരുടെ എന്തുകൊണ്ടാണ് അവരുടെ പ്രൊഡക്റ്റിനുണ്ടാവുന്ന ഡിഫക്റ്റിന് എന്താണ് കാരണം, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നം പറ്റുന്നതുകൊണ്ടായിരിക്കുമല്ലോ സെയിൽ കുറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ മാർക്കറ്റിൽ വേറെ എന്തെങ്കിലുമൊക്കെ അവർക്കെതിരായിട്ട് എന്തെങ്കിലും എന്താണെന്ന് അറിയില്ല. ഈ കാരണം മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ സ്റ്റഡി എന്തായാലും നടത്തണം. ആ പ്രോപ്പർ സ്റ്റഡി നടത്തുക എന്ന് പറയുന്നത് കോഴ്സ് ഓഫ് ആക്ഷൻ എന്താണ്? ഫീസിബിൾ ആണ്. അത് അവർക്ക് നടത്താൻ പറ്റുകയും ചെയ്യും. സോ അവർക്ക് നടത്താൻ പറ്റും, അതൊരു സജഷനാണ്, നമുക്ക് അവർക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന സജഷൻ ആണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? പ്രോപ്പർലി ഫോളോ ചെയ്യും. കോഴ്സ് ഓഫ് ആക്ഷൻ എന്താണ്? അണ്ടർസ്റ്റുഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ശരിയല്ലേ? സോ കോഴ്സ് ഓഫ് ആക്ഷൻ നമ്പർ 1 ഫോളോ ചെയ്യും. രണ്ടാമത്തേലേക്ക് വാ. ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്ഡ്. അപ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് നമുക്ക് ശരിയാണെന്ന് തോന്നും. സോ രണ്ടാമത്തത് മാർക്ക് ചെയ്യും. സോ ബോത്ത് 1 and 2 ഫോളോസ്, ബോത്തിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ പോകുന്നവരോട് ഞാൻ പറയുന്ന ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. നോർമലി ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്ഡ്. നമുക്ക് അറിയുന്ന പോയിന്റ് ഇത് ഓക്കെയാണ്, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യം ഓക്കെയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതേ ഉള്ളൂ. ഈ പ്രൊഡക്റ്റിൻ്റെ സെയിൽ കൺസിഡറബിളി കുറയുന്ന സമയത്ത് ഇനി ആ ഒരു അങ്ങനെ കുറയുന്നത് ഇപ്പോൾ എങ്ങനെ ചിന്തിക്കാം? ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ആ ഒരു പ്രൊഡക്റ്റിന് പെർട്ടിക്കുലർലി എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെന്ന് ചിന്തിക്കാം. ആ ഡിഫക്റ്റ് മാറ്റാതെ ഇവർ പ്രൈസ് കുറച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും അത് വാങ്ങണമെന്ന് അല്ലെങ്കിൽ അവരുടെ സെയിൽ കൂടും നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഷുഡ് ബി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ എന്താ പറയുന്നത് ആ പ്രൊഡക്റ്റിന് നോർമലി എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ആ ഡിഫക്റ്റ് മനസ്സിലാക്കാണ്ട് പ്രോപ്പർ സ്റ്റഡി നടത്തിയിട്ട് അതിൻ്റെ ഡിഫക്റ്റ് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് സെയിൽ കുറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാണ്ട് വെറുതെ പൈസ കുറച്ചിട്ട് അല്ലെങ്കിൽ പ്രൈസ് കുറച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. സോ നോർമലി അവിടെ വേണ്ടത് അത് അവരുടെ ഡിഫക്റ്റ് അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എന്തുകൊണ്ടാണ് സെയിൽ കുറഞ്ഞെന്നുള്ള പോയിന്റ് കണ്ടെത്തിയിട്ട് അതിന് പരിഹാരം കൊടുക്കുക എന്നുള്ളതല്ലാതെ വെറുതെ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഷുഡ് ബി റെഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് കാര്യമില്ല. പക്ഷേ ക്വാളിറ്റി ഇംപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണെങ്കിൽ ഇത് ശരിയാവും, ക്വാളിറ്റി ഇംപ്രൂവ്ഡ്. ഓക്കെ, പക്ഷേ നേരെ മറിച്ച് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഷുഡ് ബി റെഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോളോ ചെയ്യൂല. ഓൺലി വൺ ഫോളോസ്. ഓക്കെ അല്ലടാ? ഓൺലി വൺ ഫോളോസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പോയിന്റ്. സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12. So the expensive clothes and accessories are becoming growing need among college going teenage children ഓഫ് മിഡിൽ ഇൻകം ഗ്രൂപ്പ്. അപ്പോൾ അതെന്തായാലും ഒരു പ്രശ്നമാണ്, ശരിയല്ലേ? മിഡിൽ ഇൻകം ഗ്രൂപ്പിലുള്ള ടീനേജ് സ്റ്റുഡൻസിന് എക്സ്പെൻസീവ് ക്ലോത്ത്സും അതേപോലെ ആക്സസറീസും ആണ്
ഏറ്റവും വേണ്ടത് അല്ലെങ്കിൽ ഗ്രോയിങ് നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നീഡായിട്ട് മാറിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നം തന്നെയാണ്, ശരിയല്ലേ? കാരണം ഇപ്പോൾ മിഡിൽ ഇൻകം ഗ്രൂപ്പാണെങ്കിൽ ഇങ്ങനെ ഈ രീതിയിലാണ് വീട്ടിൽ ഇവർ ഇമ്പാക്റ്റ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവർക്കും വാങ്ങിക്കൊടുക്കാൻ പറ്റണമെന്നില്ല, എക്സ്പെൻസീവ് ക്ലോത്ത്സും അതുപോലെ തന്നെ ആക്സസറീസും എല്ലാവർക്കും വാങ്ങിക്കൊടുക്കാൻ പറ്റണമെന്നില്ല. അപ്പം ഇതൊരു പ്രശ്നമാണ്. സോ അടുത്തതിലേക്ക് വരുന്നു, കോളേജ് ഷുഡ് ഇൻട്രൊഡ്യൂസ് എ ഡ്രസ് കോഡ്. കോളേജ് ഷുഡ് ഇൻട്രൊഡ്യൂസ് എ ഡ്രസ് കോഡ്. അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോടാ? ഒരു യൂണിഫോം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ പക്ഷേ കോളേജിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് നോർമലി ഡ്രസ് കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമ്മൾ കോളേജ് കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസ് ആളുകളാണല്ലോ. അപ്പോൾ നോർമലി നമ്മൾ കോളേജിൽ ഒരു ഡ്രസ് കോഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഒരു യൂണിഫോം പോലെയല്ല, ഒരു ഡ്രസ് കോഡ്, പെർട്ടിക്കുലർ ഡ്രസ് കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ ഒന്നാമത്തത് ശരിയാണെന്ന് വിചാരിക്കരുത്. ഇതിനെ ഓക്കെ ആണല്ലോ, ശരിയല്ലേ? എല്ലാവരും ഒരു ഡ്രസ് കോഡ് അല്ലെങ്കിൽ ഒരു കോഡ് ഡ്രസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂണിഫോം എന്നുള്ളതല്ല പറയുന്നത്, ഇവിടെ ഡ്രസ് കോഡ് എന്ന് പെർട്ടിക്കുലർലി പറഞ്ഞിട്ടുണ്ട്. സോ കോളേജ് ഷുഡ് ഇൻട്രൊഡ്യൂസ് എ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. രണ്ടാമത്തേലേക്ക് വാ, the children should be counseled, emphasizing the importance of many other things. ഇത് ഓക്കെ അല്ലടാ, കാരണം ബാക്കിയുള്ള കാര്യത്തിൽ നമ്മൾ നോർമലി ഈ എക്സ്പെൻസീവ് ക്ലോത്ത്സും ആക്സസറീസും മാത്രമല്ല വേറെയും കുറേ മൂല്യങ്ങൾ അല്ലെങ്കിൽ വേറെയും കുറേ കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു മൂല്യങ്ങൾ എപ്പോഴും ഉണ്ടാവുന്ന ആളുകളായി മാറണം എന്നുള്ള രീതിയിൽ അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റൂലേ? കാരണം വളർന്നു വരുന്ന ആളുകളാണ്, ചിൽഡ്രൻ ആണ്. സോ നോർമലി അവർക്ക് വേണമെങ്കിൽ ഒരു കൗൺസിലിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വെറുതെ ഒരു കൗൺസിലിംഗ് അല്ല, എംഫസൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെനി അതർ തിങ്സ്. അവർ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട മൂല്യങ്ങളെ പറ്റിയുള്ള വേറെയും കുറച്ച് കൗൺസിലിംഗ്, വേറെയും കുറച്ച് കാര്യങ്ങളെ പറ്റിയുള്ള കൗൺസിലിംഗ് കൊടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആണ്. സോ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ രണ്ടാമത്തത് സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് കോഴ്സ് ഓഫ് ആക്ഷൻ ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ അല്ലടാ? സോ നിങ്ങളും ഈ ഒരു ഉത്തരത്തിലേക്കായിരിക്കും എത്തിയിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. ഓൺലി 2 follows. So question number 13 നോക്കടാ. More number of students passing 10th examination. Okay, more number of students passing 10th examination has resulted into the frustration among children for not getting admissions in college of their choice. അപ്പോൾ നല്ല ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്തുന്നുണ്ടാവും. അത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഒന്ന് പോസ് അടിച്ചോ ഇല്ലെങ്കിൽ ഉത്തരം കിട്ടിയിട്ട് മാത്രം കണ്ടിന്യൂ ചെയ്യാം. മോർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസിംഗ് 10th എക്സാമിനേഷൻ. ഓൾറെഡി 10ാം ക്ലാസ് കഴിഞ്ഞ കുറേ ആളുകൾക്ക് എന്ത് പറ്റുന്നുണ്ട്, അവർക്കൊരു ഫ്രസ്ട്രേഷൻ, അവരുടെ ഉള്ളിൽ തന്നെ ഒരു ഫ്രസ്ട്രേഷൻ ക്രിയേറ്റ് ആവുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം അവർക്ക് കിട്ടുന്നില്ല, അഡ്മിഷൻ കിട്ടുന്നില്ല. നോട്ട് ഗെറ്റിംഗ് അഡ്മിഷൻ ഇൻ ദ കോളേജ് ഓഫ് ദ ചോയ്സ്. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു എന്താണ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കാരണം എന്താ, അത്രയും ആളുകൾ പുറത്തുണ്ടാവും. സോ നോർമലി എന്താണ്, സീറ്റ് കിട്ടുന്നില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ചുള്ള സീറ്റ് കിട്ടുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് മാത്രമല്ല അവർക്കൊരു ഫ്രസ്ട്രേഷൻ ക്രിയേറ്റ് ആവുന്നുണ്ട്, അവരുടെ ഉള്ളിൽ തന്നെ ഒരു ഫ്രസ്ട്രേഷൻ ക്രിയേറ്റ് ആവുന്നതുകൊണ്ട്. ഓക്കെ, സോ കോഴ്സ് ഓഫ് ആക്ഷൻ നമ്പർ 1 വായിക്കേ. ഗവൺമെന്റ് ഷുഡ് പെർമിറ്റ് ദ കോളേജസ് ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് സീറ്റ്. ഓക്കെ, അപ്പം പറയുകയാണ് ഗവൺമെന്റ് പെർമിറ്റ്, കോളേജ് ഇഷ്ടമനുസരിച്ച് എത്രയൊക്കെ കുട്ടികൾ വരുന്നുണ്ടോ അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് സീറ്റ്സ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് ശരിയാണല്ലോ. ഇങ്ങനെ ഒരു സജഷൻ കൊടുക്കുകയാണെങ്കിൽ, ഗവൺമെന്റ് ഒരു സജഷൻ കൊടുത്താൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ഒരു പരിഹാരമാവൂലേ? അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള കുട്ടികളെയും കൂടെ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തോടെ, അല്ലെങ്കിൽ അവർക്കും കൂടെ സീറ്റ് കൊടുത്തോടെ, അവർക്കും കൂടെ വിദ്യാഭ്യാസം കൊടുത്തോടെ ചിന്തിക്കും. പക്ഷെ നോർമലി അപ്പം ഞാൻ പറയുന്നു, ഈ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ലിങ്ക് ചെയ്യും, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫായിട്ട് ലിങ്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എത്രയൊക്കെ കുട്ടികൾ ഒരു ലൊക്കാലിറ്റിയിലുണ്ടോ, അപ്പോൾ അതിനനുസരിച്ച് ഈ സ്കൂൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും പോസിബിൾ ആവുന്ന കാര്യമല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, സ്കൂളിന് ഒരു പരിമിതി ഉണ്ടാവും, കാരണം ഓരോ സ്കൂളിനും അതിൻ്റേതായിട്ടുള്ള ഒരു പരിമിതി ഉണ്ടാവും. അപ്പോൾ വീണ്ടും ഈ കുട്ടികളെ എണ്ണം നോക്കിയിട്ട് അവരെ ഉൾപ്പെടുന്ന രീതിയിൽ സീറ്റ് കൂട്ടിക്കൊണ്ടേ ഇരിക്കാൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഗവൺമെന്റിനല്ല ആ രീതിയിൽ ഒരിക്കലും സീറ്റ് കൂട്ടാൻ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് ഉണ്ടാവും ഇതിന്, ശരിയല്ലേ? ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് ഇത്ര കുട്ടികളെ കണ്ടിട്ട് കൂട്ടാൻ പറ്റും. പക്ഷേ ഒരിക്കലും പോയിട്ട് എന്ത് ചെയ്യരുത്, കോളേജസിന് എത്ര ആളുകൾ പുറത്തുണ്ടോ അതിന് അനുപാതമായിട്ട് കോളേജിലെ നമ്പർ ഓഫ് സീറ്റ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റൂല. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഓക്കെ, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ ഒന്ന് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് അല്ല, കോഴ്സ് ഓഫ് ആക്ഷൻ 1 എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഓക്കെ അല്ലേ? രണ്ടാമത്തേലേക്ക് വാ. The children and their parents should be counseled for being flexible on the choice of college. ഓക്കെ അല്ലേ? സോ വീണ്ടും ഒരു കൗൺസിലിംഗ്, ഒരു ടീം വർക്കാണ്. കൗൺസിലിംഗ് കൊടുത്താൽ, ഒരു ടീം വർക്കോടെ കൗൺസിലിംഗ് കൊടുക്കുകയാണെങ്കിൽ എന്ത് മാറ്റാം? കാരണം ബീങ് ഫ്ലെക്സിബിൾ ഓൺ ദ ചോയ്സ് ഓഫ് കോളേജ്, അവരുടെ കോളേജ് ഫ്ലെക്സിബിൾ ആണ്. ഇപ്പോൾ ഇത്രയുള്ള പോയിന്റ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേറെയും കുറേ കോളേജിലേക്ക് മാറണം അല്ലെങ്കിൽ മാറാൻ വേണ്ടിയിട്ട് അവരുടെ ചിന്തകൾ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു കൗൺസിലിംഗ് കൊടുക്കാം. സോ ചിൽഡ്രൻ ആൻഡ് ദെയർ പാരൻസ്, അവരുടെ രക്ഷിതാക്കൾക്കും ഒരു കൗൺസിലിംഗ് കൊടുക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ബീങ് ഫ്ലെക്സിബിൾ ഓൺ ദ ചോയ്സ് ഓഫ് കോളേജ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ആ ഒരു തീരുമാനം മാറ്റാനൊക്കെ ഹെൽപ്പ് ആവുന്ന രീതിയിൽ ഒരു കൗൺസിലിംഗ് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കലി
എന്താണ് ശരിയാണ്. കാരണം അഡ്വൈസ് അല്ലേ. അപ്പം നോർമലി നിങ്ങൾ വിചാരിക്കും ഈ ഒന്നാമത്തതും അഡ്വൈസ് അല്ലേ എന്നുള്ളത്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് എന്തായിരിക്കണം? പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കണം. മനസ്സിലായോ? പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കണം, ഫീസിബിൾ ആയിരിക്കണം. പക്ഷേ ഈ ഒരു ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇത് വീണ്ടും വീണ്ടും പറഞ്ഞ് ഇത് വീണ്ടും എനിക്ക് അറിയാൻ ഡൗട്ട് ബോക്സിൽ വരും. കാരണം അത് നമ്മുടെ മുന്നിലെ സജഷൻ അല്ലേ സാർ എന്ന് ചോദിച്ച് വരും. പക്ഷേ നിങ്ങൾ വീണ്ടും ആലോചിക്കുക, അങ്ങനെ എല്ലാ സ്കൂളിലും അല്ലെങ്കിൽ എല്ലാ കോളേജിനും നമുക്ക് എന്ത് പറയാൻ പറ്റൂല? അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികൾ പുറത്തുണ്ടെന്നനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല? ആളുകളുടെ എണ്ണം കൂട്ടാൻ പറ്റൂല. ഓക്കെ, ആളുകളുടെ എണ്ണം മീൻസ് അവരുടെ സീറ്റിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റൂല. അത് നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് ആണോ എന്നുള്ളതല്ല. ഗവൺമെൻറ് ഭാഗത്ത് ഒരിക്കലും അങ്ങനെ ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് സീറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണോ? ഇതിൻ്റെ ഉത്തരം ഏതായിരുന്നു? രണ്ടാമത്തെ മാത്രം ഫോളോ ചെയ്യും അല്ലേ? ഓൺലി 2 ഫോളോസ്. ഓപ്ഷൻ നമ്പർ ബി. ക്ലിയർ? നെക്സ്റ്റ് വായിക്കേ. There has been an unprecedented increase in the number of students applying for admission to first standard in local school. അപ്പോൾ ഒന്നാമത്തത്. രണ്ടാമത്തെ എന്താ പറയുന്നത്? മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദ സ്കൂൾ അതോറിറ്റി ടു കൺവിൻസ് ദ പാരൻസ് ഓഫ് റിജക്റ്റഡ് ആപ്ലിക്കൻസ്. അപ്പോൾ ഒരുപാട്, കാരണം ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചേരാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റുഡൻസിൻ്റെ കുത്തൊഴുക്ക് വന്നിട്ടുണ്ട് അല്ലേ? അൺപ്രസിഡൻറ്റഡ് ഇൻക്രീസ്. ഒരുപാട് ആളുകൾ ഒരേ സമയം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? സ്കൂൾ അതോറിറ്റീൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം റിജക്റ്റഡ് ആപ്ലിക്കൻസ്, അവർ ഒഴിവാക്കിയ കുട്ടികളുടെ പാരൻസിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സ്കൂൾ അതോറിറ്റി ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കൺവിൻസ് ദ പാരൻസ് ഓഫ് റിജക്റ്റഡ് ആപ്ലിക്കൻസ്. സോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം, നമ്മുടെ മുന്നിലുള്ള സ്റ്റേറ്റ്മെന്റ്. നമ്മൾ വീണ്ടും കോഴ്സ് ഓഫ് ആക്ഷനിലേക്ക് വരുന്നു. ദ സ്കൂൾ അതോറിറ്റി ഷുഡ് ഇമീഡിയറ്റ്ലി പുട്ട് ഇൻ പ്ലേസ് ആൻ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ ഫോർ അഡ്മിറ്റിംഗ് സ്റ്റുഡൻസ് ടു സെലക്ട് ദ റിക്വയർഡ് നമ്പർ. അത് ഓക്കെ അല്ലേടാ? അത് ഓക്കെ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നോർമലി ഈ ആരൊക്കെ ഈ സ്കൂളിലേക്ക് പഠിക്കാൻ വരുന്നു, അല്ലെങ്കിൽ സ്കൂളിലേക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വരുന്നുണ്ടോ, അവർക്ക് മൊത്തം ഒരു ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എക്സാം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ മെറിറ്റിൽ നമുക്ക് വേണമെങ്കിൽ അഡ്മിഷൻ കൊടുക്കാം. അപ്പോൾ വേറെ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടിയെ ഈ സ്കൂളിൽ എടുക്കാത്തത് എന്നുള്ളൊരു ചോദ്യത്തിന് അവർക്കൊരു മറുപടി പറയേണ്ട കാര്യമില്ല. അവർക്കത് പറഞ്ഞാൽ മതി. നോർമലി കഴിവുള്ള കുട്ടികൾ എക്സാം എഴുതി കയറും. മനസ്സിലായോ? ഞാൻ പറഞ്ഞ പോയിന്റ് ഓക്കെ ആണോ? കാരണം ഒരു ഒബ്ജക്റ്റീവ് എക്സാം നടത്തുന്ന സമയത്ത് ആ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ അഡ്മിഷൻ കൊടുക്കേണ്ടത്. സോ ആ ഒരു മെറിറ്റ് എന്താണ്? പ്യൂർലി ഒരു ഒബ്ജക്റ്റീവ് എക്സാമിൻ്റെ സഹായത്തോടെ ആണെങ്കിൽ ആ ഒരു എക്സാം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? അഡ്മിഷൻ കൊടുക്കാം. അപ്പോൾ അവർ സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഒരു പ്രശ്നമില്ല. സോ റിജക്റ്റഡ് ആപ്ലിക്കൻസ് അവർക്ക് വീണ്ടും പോയിട്ട് എക്സ്പ്ലനേഷൻ എടുക്കേണ്ട കാര്യമില്ല. സോ ഈ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് വെക്കാൻ പറ്റും. പ്രാക്ടിക്കലി പോസിബിൾ ആണ്. രണ്ടാമത്തിലേക്ക് ദ സ്കൂൾ അതോറിറ്റി ഷുഡ് ഓപ്പൺ അനദർ സ്കൂൾ ഇൻ ദ ഏരിയ ടു അക്കോമഡേറ്റ് ദ റിമൈനിങ് സ്റ്റുഡൻസ്. അപ്പോൾ വീണ്ടും നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനുള്ള ലോജിക്ക് തന്നെയാണ്. വീണ്ടും കുട്ടികളുടെ എണ്ണം നോക്കിയിട്ട് വീണ്ടും അടുത്ത സ്കൂൾ പെട്ടെന്ന് തന്നെ ഫോം ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നോർമലി നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആ ഒരു അഡ്വൈസ് ആയിട്ട് നമുക്കത് കണക്ക് കൂട്ടാൻ പറ്റൂല. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ഇത്രയും ആളുകൾ പുറത്തുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വീണ്ടും ഒരു സ്കൂൾ തന്നെ പെട്ടെന്ന് പണിയുക എന്ന് പറയുന്നത് നോർമലി എന്താണ് നമുക്ക് നോക്കുന്ന സമയത്ത് തന്നെ ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഫോളോ ചെയ്യൂല. അപ്പോൾ ഏതേ വരുള്ളൂ? ഓൺലി വൺ ഫോളോസ്. ഓക്കെ അല്ലേടാ? കുറച്ചെങ്കിലൊക്കെ ഐഡിയാസ് കത്തുന്നില്ലേടാ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15 വായിക്കേ. In spite of the principal's repeated warnings, a child was caught with a hidden mobile phone in the school. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് CHSL 2024 മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. തൊട്ട് മുന്നേ ഒരാഴ്ച മുന്നേ നടന്ന ക്വസ്റ്റ്യൻ ആണ് CHS 2024 മെയിൻസ്. വായിക്കേ. In spite of the principal's repeated warnings, a child was caught with a hidden mobile phone in the school. അപ്പോൾ ഒരുപാട് വാർണിംഗ് കൊടുത്തിട്ടും അപ്പോൾ ഓരോ പോയിന്റ് ശ്രദ്ധിക്കടാ. ഈ പോയിന്റ് ശ്രദ്ധിച്ചു വെച്ചോ. റിപ്പീറ്റഡ് വാർണിംഗ്സ് എന്നിട്ടും ആ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് ഒരു ഹിഡൻ മൊബൈൽ ഫോൺ എന്ത് ചെയ്തിട്ടുണ്ട്? പിടിച്ചു, അല്ലെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ആ ഒരു അധികാരികൾ പിടിച്ചു. കോഴ്സ് ഓഫ് ആക്ഷൻ പറയുന്നു ദ മൊബൈൽ ഫോൺ ഷുഡ് ബി ടേക്കൺ അവേ ഫ്രം ദ ചൈൽഡ്. ഓക്കെ ആണ്, പ്രാക്ടിക്കലി പോസിബിൾ ആണ്, അത് കുട്ടീൻ്റെ അടുത്ത് മാറ്റാം. ആൻഡ് ദ പാരന്റ് ഷുഡ് ബി കോൾഡ് ടു ദ സ്കൂൾ. ഓക്കെ അല്ലടാ? കാരണം റിപ്പീറ്റഡ് വാർണിംഗ് കൊടുത്തു. കാരണം നോർമലി ഒന്നാമത്തെ വട്ടം എന്താണ് ആ പ്രശ്നം? ഒരു വാർണിംഗ് കൊടുത്തു എന്നല്ല, റിപ്പീറ്റഡ് വാർണിംഗ് കൊടുത്തതിന് ശേഷം ആ കുട്ടി ആ തെറ്റ് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുന്നത്?
ഒരു പണിഷ്മെന്റ് കൊടുത്താലും അത് ഓക്കെയാണ്. കാരണം അതിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് വാണിംഗ് എന്ന് വെച്ചാൽ എന്ത് വാണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലോജിക്കൽ ആയിട്ടുള്ള വാണിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കുന്നതല്ല, നോർമലി കൊടുക്കാൻ പറ്റുന്ന പണിഷ്മെന്റ് ഇവിടെ കൊടുക്കാൻ പറ്റും. കാരണം റിപ്പീറ്റഡ് വാണിംഗ്, ഈ ഒരു കീ പോയിന്റ് വേഗമേ ശ്രദ്ധിക്കണം, റിപ്പീറ്റഡ് വാണിംഗ്. കാരണം ഒരുപാട് വാണിംഗ് കൊടുത്തു, അപ്പോൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, എന്ത് കൊടുക്കാം, പണിഷ്മെന്റ് കൊടുക്കാം. ദ ചൈൽഡ് ഷുഡ് ബി പണിഷ്ഡ് ഫോർ കമ്മിറ്റിംഗ് ദിസ് മിസ്റ്റേക്ക്. ഓക്കെ അല്ലേ, പണിഷ്മെന്റ് എന്തായാലും കൊടുക്കണം. കാരണം റിപ്പീറ്റഡ് വാണിംഗ്, ഒരുപാട് വാണിംഗ് ശേഷവും എന്ത് ചെയ്യുന്നുണ്ട്, ആ കുട്ടി ആ തെറ്റ് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? പ്രാക്ടിക്കലി പോസിബിൾ അല്ലേ, അങ്ങനെ കൊടുത്തൂടെ? സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ കോഴ്സ് ഓഫ് ആക്ഷൻ ഓക്കെയാണ്. സോ ആദ്യത്തെ എന്താണ് വായിക്കുന്നത്, ദ മൊബൈൽ ഫോൺ ഷുഡ് ബി ടേക്കൺ അവേ ഫ്രം ദ സൈഡ്, ഉറപ്പായിട്ട് എടുത്ത് മാറ്റണം. ആൻഡ് ദ പാരന്റ് ഷുഡ് ബി കോൾ ടു ദ സ്കൂൾ. അപ്പോൾ പാരന്റ്സിനെ വിളിക്കുന്നതിലും തെറ്റൊന്നുമില്ല. ഞാൻ അത്രയും വാണിംഗ് ആ കുട്ടിക്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് കോഴ്സ് ഓഫ് ആക്ഷനും പ്രാക്ടിക്കലി പോസിബിൾ ആണ്. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബോത്ത് 1 and 2 ഫോളോസ്. ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കണം. സം പീപ്പിൾ ഡൈഡ് ആൻഡ് അവർ ഡസൻ ഗോട്ട് ഇഞ്ചേർഡ് ഇൻ stampede in Jammu and Kashmir's Mata Vaishno Devi shrine. The stampede was triggered by a minor altercation among young boys amid a massive rush of devotees on New Year. Okay, so course of action പറയുന്നു, the injured people must be taken to the hospital and treated. Okay അല്ലടാ, ഇഞ്ചേർഡ് പീപ്പിളിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ ആണ്. രണ്ടാമത്തിലേക്ക് വരുന്നു, ദ കൺസേൺ ഓഫീസേഴ്സ് മസ്റ്റ് ലുക്ക് ഇൻ ദ ഇൻസിഡന്റ് ദാറ്റ് ടൂക്ക് പ്ലേസ് ആൻഡ് ടേക്ക് ദ റൈറ്റ് ആക്ഷൻ അക്കോർഡിംഗ്ലി. ആ ആക്ഷനെ പറ്റി ഒന്നും പറയുന്നില്ല, പക്ഷേ എന്തെങ്കിലും ഒരു ആക്ഷൻസ് എടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി വീണ്ടും പോസിബിൾ ആണ്. ശരിയല്ലേ? സോ നോർമലി 1 and 2 ഫോളോസ്, 1 and 2 ഫോളോസ് ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ ഉത്തരം ഇത് തന്നെയാണെന്ന് വിചാരിക്കുന്നു. സോ ബോത്ത് 1 and 2 ഫോളോസ്. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ? Next, question number 17. Traffic congestion in city A has become a daily problem. Okay, with impatient drivers waiting in long lines and surrounding their horns in frustration, the roads in city A, not equipped to handle the ever-growing number of vehicles, seem to symbolize the challenge of managing rapid urbanization without sacrificing the quality of life. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യനായി. സോ നോർമലി അടുത്ത് പറയുന്നു, ഇൻവെസ്റ്റിംഗ് ഇൻ ആൻഡ് പ്രൊമോട്ടിംഗ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ടു പ്രൊവൈഡ് ആൻ എഫക്റ്റീവ് ആൾട്ടർനേറ്റീവ് ടു പ്രൈവറ്റ് വെഹിക്കിൾസ്. ശരിയല്ലേ? ഇൻവെസ്റ്റിംഗ് ഇൻ ആൻഡ് പ്രൊമോട്ടിംഗ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ത് ചെയ്യാൻ പറ്റും, അതൊരു അൾട്ടർനേറ്റീവ് ആയിട്ട്, ഈ പ്രൈവറ്റ് വെഹിക്കിൾസിന് ഒരു അൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഗവൺമെന്റിൽ അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാൻ പറ്റുന്നതാണ്. കാരണം എങ്കിൽ മാത്രമേ അവിടുത്തെ ട്രാഫിക് കൺജഷൻ കുറയുന്നുള്ളൂ. കാരണം സിറ്റിയിലെ ട്രാഫിക് കൺജഷൻ കുറയുന്നുള്ളൂ. ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ട്രാഫിക് കൺജഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണത്. നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്നല്ല, ഒരു നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ തന്നെയാണ്. പ്രാക്ടിക്കലി പോസിബിൾ ആണ്, അത് നടത്താൻ വേണ്ടി ഗവൺമെന്റിന് പറ്റും. ശരിയല്ലേ? ഇങ്ങനെ വേണം ചിന്തിക്കാൻ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഇൻവെസ്റ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ടു പ്രൊവൈഡ് ആൻ എഫക്റ്റീവ് ആൾട്ടർനേറ്റീവ് ടു പ്രൈവറ്റ് വെഹിക്കിൾസ്. അപ്പോൾ ശരിയല്ലേ? ശരിയല്ലേ? അങ്ങനെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രൈവറ്റ് വെഹിക്കിൾസിൻ്റെ എണ്ണം കുറയുന്നുള്ളൂ. ആളുകൾ അവരുടെ വണ്ടികൾ എടുക്കാണ്ട് ബാക്കിയുള്ള പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. സോ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് എന്താണ്, ഫോളോ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ പ്രാക്ടിക്കലി പോസിബിൾ ആണ്. രണ്ടാമത്തേലേക്ക് വാടാം. രണ്ടാമത്തെ എന്താ പറയുന്നത്, വൈഡനിങ് ഓൾ മേജർ റോഡ്സ് ബൈ ഡീമോളിഷിംഗ് ദ സറൗണ്ടിങ് ബിൽഡിങ്സ് ആൻഡ് ഷോപ്പ്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുന്നത്, റോഡിൻ്റെ വീതി കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അറ്റത്തുള്ള അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള എല്ലാ ഷോപ്പുകളും ബിൽഡിങ്ങും തകർത്തുകൊണ്ട് റോഡിൻ്റെ വീതി കൂട്ടുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? ഒരു എളുപ്പത്തിൽ ഒരു പെട്ടെന്ന് അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതാണോ? അങ്ങനത്തെ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ആണോ നമ്മൾ മുന്നോട്ട് കൊടുക്കുന്നത്? ഒരിക്കലുമല്ല. ശരിയല്ലേ? സോ ഇവിടെ ഒരു ഹാർഷ് ആയിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. ഹാർഷ് ഡിസിഷൻ ആണ്. ശരിയല്ലേ? ഹാർഷ് ആയിട്ടുള്ള ഡിസിഷൻ ആണ്. അങ്ങനെ എടുക്കുന്ന ഡിസിഷൻ പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്ന് മാത്രം ചിന്തിക്കുക. പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇവിടെ ഏതേ വരുള്ളൂ, ഓൺലി 1 ഫോളോസ്. ഓക്കെ, ഓൺലി 1 ഫോളോസ്. കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18 വായിക്കടാ. Sugar mills have said that they will not be able to pay the minimum price fixed by the government for sugarcane for the next season. അപ്പോൾ എന്താ പറയുന്നത്, ഷുഗർ മിൽസ് പറയാണ് ഗവൺമെൻറ് ഫിക്സ് ചെയ്ത മിനിമം പ്രൈസ് അടുത്ത സീസൺ തൊട്ട്, നെക്സ്റ്റ് സീസൺ തൊട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അവിടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. They will not be able to pay the minimum price fixed by the government for sugarcane for the next season. Course of action number 1 എന്താ പറയുന്നത്, the government should appoint a committee to look into matter. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് 1 കോഴ്സ് ഓഫ് ആക്ഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ഫോളോ ചെയ്യും. ഓക്കെ അല്ലേ? സോ അതൊരു ടീം വർക്ക് ആണ്. അല്ലെങ്കിൽ ടീം വർക്ക് ഞാൻ പറഞ്ഞല്ലോ പോസിറ്റീവായിട്ടാണ് പറയുന്നതെങ്കിൽ അത് ഫോളോ ചെയ്യും. ക്ലിയർ? രണ്ടാമത്തേലേക്ക് വേണം.
എ നോട്ടീസ് ഷുഡ് ബി സെൻഡ് ടു ഓൾ ഷുഗർ മിൽസ് ഓണേഴ്സ് ടു അബൈഡ് ബൈ ദ ഡിസിഷൻ മെയ്ഡ് ബൈ ദ ഗവൺമെന്റ്. അപ്പോൾ എടാ ഓൾറെഡി അറിഞ്ഞു, ഇപ്പോൾ വീണ്ടും പറയുന്ന രണ്ടാമത്തത് ഈ ഒരു പ്രാക്ടിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു കോഴ്സ് ഓഫ് ആക്ഷന് കൊടുക്കുന്ന നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്ന കോഴ്സ് ഓഫ് ആക്ഷൻ ഒന്നെങ്കിൽ ആ പ്രശ്നത്തെ പരിഹരിക്കണം, അല്ലെങ്കിൽ ആ പ്രശ്നത്തിനെ ഒരു വാനിഷ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ എന്ത് ചെയ്യണം, കുറയ്ക്കണം, കുറച്ചും കൂടെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ശ്രമിക്കേണ്ടത്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ഒരു നോട്ടീസ് ആണ് ഈ ഷുഗർ മിൽ ഓണേഴ്സിന് കൊടുക്കുന്നതെങ്കിൽ, ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള നോട്ടീസ് അല്ലെങ്കിൽ ഇതേപോലത്തെ രീതിയിൽ നോട്ടീസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതെങ്ങനെയാണ് ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നത്? നിങ്ങൾ ആലോചിക്കുക. കാരണം ഷുഗർ മിൽസിന് അവരുടെ കയ്യിൽ പൈസ ഇല്ല, അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ടീസ് അവരുടെ കൈ കൊടുക്കാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതാണോ? ഒരിക്കലും അല്ല. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മനസ്സിലായെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് റിവൈൻഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ സൊല്യൂഷൻ ഒന്നുകൂടെ കേൾക്കണം. സോ മൂന്നാമത്തിലേക്ക് പോവാം. ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ അഗെയിൻസ്റ്റ് ഓൾ ദോസ് ഷുഗർ മിൽ ഓണേഴ്സ് ഹു ആർ റെഡി ടു വയലേറ്റ് ദ ഗവൺമെന്റ് ഡിസിഷൻ. അപ്പോൾ വീണ്ടും പറഞ്ഞു, ഗവൺമെന്റ് ഡിസിഷനെ വയലേറ്റ് ചെയ്യുന്ന ഷുഗർ മിൽ ഓണേഴ്സിനെതിരായിട്ട് എന്ത് ചെയ്യുന്നു, ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? എങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടുമോ? നോർമലി ഒരു ഫിക്സഡ് പ്രൈസ് ഉണ്ട്. ഇങ്ങനെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുത്താൽ അവർ എവിടെ നിന്നാണ് എടുത്ത ആ പൈസ തരേണ്ടത്? മനസ്സിലായോ? സോ നോർമലി മനസ്സിലാവുന്ന ഇത്രയേ ഉള്ളൂ. പ്രാക്ടിക്കലി നമ്മുടെ ചുറ്റും ആലോചിക്കുക, നമ്മുടെ മൈൻഡ് ആ രീതിയിൽ ആലോചിച്ച് നോക്കുക. കാരണം അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാലും ഇവരുടെ ഭാഗത്തുനിന്ന് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട പൈസ കിട്ടുമോ? ഗവൺമെന്റ് കിട്ടുമോ? ഒരിക്കലും ഇല്ല. സോ അങ്ങനെ ഹാർഷ് തീരുമാനം എടുക്കുന്നത് ശരിയാണോ എന്ന് പരിശോധിച്ച് നോക്കുക. ശരിയല്ല. സോ ഇതിൽ ഉത്തരം വരുള്ളൂ. ഓൺലി 1 follows. ക്വസ്റ്റ്യൻ നമ്പർ 18 ഓക്കെ ആണോ? സോ ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 19 നോക്കണം. Question number 19. There is a large increase in migration of villagers to urban areas as repeated crop failure has put them into financial problems. ഇപ്പോൾ നോർമലി പറയാണ്, there is a large increase in migration. സോ നോർമലി വില്ലേജിൽ നിന്ന് അർബൻ ഏരിയസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മൈഗ്രേഷൻ ചെയ്യുന്നുണ്ട്. എന്തിനാണ്? ക്രോപ്പ് ഫെയിലർ വരുന്നു. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കോഴ്സ് ഓഫ് ആക്ഷൻ, ഈ ഒരു പ്രശ്നത്തെ സാധൂകരിക്കാൻ അല്ലെങ്കിൽ പ്രശ്നത്തിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ വായിക്കുന്നു. The villagers should be provided with an alternate sources of income in the villages which will make them stay there only. അപ്പോൾ ഞാൻ വീണ്ടും ഇതാണ് പോയിന്റ്. ഓൺലി എന്നുള്ളൊരു വേർഡ് ഇവിടെ ഉണ്ട് എന്ന് വെച്ചിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് അല്ലെങ്കിൽ കോഴ്സ് ഓഫ് ആക്ഷൻ തെറ്റാണെന്ന് വിചാരിക്കരുത്. കോഴ്സ് ഓഫ് ആക്ഷൻ്റെ ഉള്ളിൽ ഇൻ ഡെപ്ത് പോവുക, എന്താണ് അർത്ഥം മനസ്സിലാക്കുന്ന കാര്യം ഒന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കുക. The villagers should be provided. അപ്പോൾ വില്ലേജസിന് ആൾട്ടർനേറ്റ് ഇൻകം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും രീതിയിൽ ജോലി സെറ്റാക്കിയാൽ ആൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് ഇൻകം വില്ലേജ് തന്നെ കൊടുക്കുകയാണെങ്കിൽ അവർ വില്ലേജ് തന്നെ നിൽക്കൂലേ? ശരിയല്ലേ? അവരെന്തുകൊണ്ടാണ് വില്ലേജിൽ നിന്ന് അർബൻ ഏരിയാസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ തന്നെ ഒരു ആൾട്ടർനേറ്റ് ഇൻകം സോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അവരവിടെ തന്നെ നിൽക്കുകയും ചെയ്യും, അവർ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവുകയും ചെയ്യും. കാരണം അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്തേക്ക് മാറുന്നുണ്ടെങ്കിൽ, കൂടുമാറ്റം നടത്തുന്നുണ്ടെങ്കിൽ അവരെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉള്ളതുകൊണ്ടാണ്. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവരുടെ സ്ഥലത്ത് തന്നെ ഒരു ആൾട്ടർനേറ്റ് ഇൻകം സോഴ്സ് കൊടുക്കാൻ വേണ്ടി നമുക്ക് അഡ്വൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ ആണ്. ശരിയല്ലേ? ഗവൺമെന്റ് വേറെ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പല വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് ഇൻകം കിട്ടുന്ന രീതിയിൽ വില്ലേജസിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ തന്നെ നിൽക്കുന്ന പറയുന്ന ഈ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ഫോളോ ചെയ്യൂലേ? അത്രയേ ഉള്ളൂ. രണ്ടാമത്തേലേക്ക് വാ. ടു എൻഷുർ ദ സർവൈവൽ, അവരുടെ സർവൈവൽ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ദ മൈഗ്രേറ്റഡ് വില്ലേജസ് ഷുഡ് ബി ഗിവൺ ആക്സസ് ടു ഓൾ ഹൗസിംഗ് ഓപ്ഷൻ ഇൻ അർബൻ ഏരിയാസ്. അപ്പോൾ നോർമലി വായിക്കുന്ന സമയത്ത് കാരണം ശരിയല്ലേ, അവർക്ക് അർബൻ ഏരിയാസ് പോയി കഴിഞ്ഞാൽ എന്താണ് താമസിക്കാൻ പറ്റില്ല, അവർക്ക് ജോലി സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നോർമലി വില്ലേജസ് നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ അത്രയും കംഫർട്ടബിൾ ആവില്ല, അല്ലെങ്കിൽ അവർക്ക് അത്രയും ജോലി സാധ്യത അവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത്രയേ ഉള്ളൂ. സോ ആ കേസിൽ അവരുടെ എല്ലാ ഹൗസിംഗ് ഓപ്ഷനും കൊടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എല്ലാ ആളുകൾക്കും അത് കംഫർട്ടബിൾ അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും അത് ഫീസിബിൾ ആവണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തല്ല, ശരിയല്ല. സോ ഇവിടെ ആകെ ഫോളോ ചെയ്യുന്നത് ഓൺലി 1 മാത്രമാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ? സോ ക്വസ്റ്റ്യൻ നമ്പർ 19 ഉത്തരം ഓൺലി 1 ഫോളോസ് ആണ്. ക്ലിയർ? അത് ഇത്രയേ ഉള്ളൂ. വില്ലേജസിലെ ആളുകളെ വില്ലേജിൽ നിന്ന് മാറി കുറച്ചും കൂടെ സഹായങ്ങൾ അർബൻ ഏരിയയിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നേരെ മറിച്ച് അവർ വില്ലേജസ് തന്നെയാണ് അവർക്ക് ആ സഹായം കൊടുക്കുന്നതെങ്കിൽ അത് പ്രാക്ടിക്കലി ഫീസിബിൾ ആണ്. ചിന്തിക്കാലോ? ഈ പോയിന്റ് തലയിൽ വെക്കുക. ഓക്കെ? സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ ഒരു നീക്കുപോക്ക്. ഇത്രയേ ഉള്ളൂ. ഈ രീതിയിലൊക്കെ ചിന്തിക്കുക. ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ എന്താണ്, പ്രാക്ടിക്കലി പോസിബിൾ ആണോ, ആ സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം പരിശോധിച്ച് നോക്കുക. സോ ഇത്രയും ക്വസ്റ്റ്യൻ, ഈ ഒരു 19 ക്വസ്റ്റ്യൻ്റെ ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 20 വർക്ക്ഔട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 20 വർക്ക്ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക,
കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഓപ്ഷനിൽ വീഡിയോ കംപ്ലീറ്റ് കണ്ട ആളുകൾ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഉത്തരം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ ആളുകൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉത്തരം അതിൽ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. സോ ഈസി ക്വസ്റ്റ്യൻ ആണ്. സോ കോഴ്സ് ഓഫ് ആക്ഷൻ്റെ ക്ലാസ്സസ് ഇത്രയാണുള്ളത്. നോർമലി നിങ്ങൾ ചിന്തിക്കുന്ന വഴികൾ ഞാൻ വളരെ ഒന്ന് ഫൈനലൈസ് ചെയ്ത് പറയാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. കോഴ്സ് ഓഫ് ആക്ഷൻ വളരെ എളുപ്പമാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എപ്പോഴും പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കണം. അതാണ് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട പോയിന്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഹെൽപ്ഫുൾ ആയി എന്നാണ് വിചാരിക്കുന്നത്. സോ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. സോ ഇതിൻ്റെ ഉത്തരം താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ. സോ അടുത്തൊരു ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു ബാക്കിയായിട്ട് കോഴ്സ് ആൻഡ് എഫക്റ്റീവായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ അതുവരേക്കും ബൈ.